الرجيم أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അന്നസാഇഹുൽ ഇബാദ് എന്ന കിതാബാണ് അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് നാം ഇവിടെ തുടങ്ങി വെച്ചത്. അപ്പോൾ 2 കാര്യം പറയുന്നത്, 3 കാര്യം പറയുന്നത്, 4 കാര്യം പറയുന്നത്, ഇങ്ങനെ തുടങ്ങി 10 കാര്യം വരെ എത്തുന്ന ഹദീസുകളും ആസാറുകളുമാണ് ചർച്ച. 2 പറയുന്ന വിഷയത്തിൽ 30 മൗഇളത്താണ് ആദ്യമേ പറഞ്ഞത്. 30. അതിൽ 4 ഹദീസുകളും ബാക്കി ആസാറുകളും 26 ആസാറുകൾ. അതിൽ നിന്നുള്ള 4 ഹദീസ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ആസാറുകളാണ് പറയാൻ പോകുന്നത്. وعن يحيى بن معاذ رضي الله عنه ما عصى الله كريم ولا آثر الدنيا على الآخرة حكيم. إذا 2 കാര്യം. യഹ്യ ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ അസല്ലാഹ തആല, അല്ലാഹു തആലാക്ക് കുറ്റം ചെയ്യൂല. ആര്? കരീമുൻ, ഒരു കരീമായ വ്യക്തിയാണെങ്കിൽ, ഒരു മാന്യതയുള്ള വ്യക്തിയാണെങ്കിൽ അല്ലാഹു തആല കുറ്റം ചെയ്യാൻ അവൻ ധൈര്യപ്പെടൂല. കരീം കൊണ്ട് ഉദ്ദേശം എന്താ? ഹമീദുൽ ഫആൽ, പ്രവർത്തനങ്ങളൊക്കെ സ്തുത്യർഹമായ ഒരു വ്യക്തി. വഹുവ മൻ യുക്രിമു നഫ്സഹു ബിത്തഖ്വാ വൽഇഹ്തിറാസി അനിൽ മആസി, കുറ്റകൃത്യങ്ങളൊന്നും എൻ്റെ പക്കൽ നിന്നുണ്ടാവാൻ പാടില്ല എന്ന് കാത്തു സൂക്ഷിച്ച് തഖ്വ കൊണ്ട് അവൻ്റെ ശരീരത്തിന് ആദരിക്കുന്നൊരാളെന്ന് പറയും കരീം എന്ന് പറയും. അയാൾക്ക് കുറ്റം ചെയ്യാൻ കഴിയൂല. ഇതാണ് 2 കാര്യത്തിൽ ഒരു കാര്യം. വലാ ആസറദ്ദുന്യാ അലൽ ആഖിറ, ആഖിറത്തിനെ വിട്ടുകൊണ്ടിട്ട് ദുന്യാവിന് മുൻഗണന കൊടുക്കൂല. ആര്? ഹക്കീമുൻ, ഒരു ഹക്കീമാണെങ്കിൽ. ഹക്കീം എന്ന് പറഞ്ഞാൽ ആ മുസീബും ഫി അഫ്ആലിഹി, അവൻ്റെ പ്രവർത്തനങ്ങളിൽ സവാബിനെ എത്തിക്കുന്ന, സത്യമായ മാർഗത്തിന് എത്തിക്കുന്ന ഒരാൾക്ക് എന്താ പറയും? ഹക്കീം എന്ന്. അദ്ദേഹം ആഖിറത്തിനെയും വിട്ടിട്ട് ദുന്യാവിന് എന്താക്കൂല? സ്ഥാനം കൊടുക്കൂല. ഇനി വാനിൽ അഅമശി, അതാണ് 8ാം നമ്പർ. അഅമശ് റളിയല്ലാഹു അൻഹു പറയുന്നു. ആരാണ് അഅമശ്? ഇസ്മുഹു സുലൈമാൻ ബിൻ മെഹ്റാൻ എന്നാണ് മൂപ്പരുടെ സ്വന്തം പേര്. അഅമശ് എന്ന് ഒരു ലഖബാണ്. അൽ കൂഫി. മൻകാന റഅ്സു മാലിഹി തഖ്വ, ഒരാളുടെ ക്യാപിറ്റൽ, അയാൾ കൈമുതൽ തഖ്വയായിരുന്നാൽ കല്ലത്തിൽ അൽസുനു അൻ വസ്ഫി ദീബിഹി ദീനിഹി, അവൻ്റെ ദീനിൽ കിട്ടുന്ന ലാഭമുണ്ടല്ലോ അത് പറഞ്ഞവസാനിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. നാവുകൾ കുഴഞ്ഞു പോകുന്നതാണ്. ഒരു കച്ചവടം സങ്കല്പിക്കും. റഅ്സുൽ മാൽ എന്താണ്? തഖ്വ. എന്നാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ലാഭത്തിൻ്റെ മഹത്വം പറയാൻ വേണ്ടി നാവുകളൊക്കെ കുഴഞ്ഞു പോകും. അത്ര മാത്രമാണ് ഉണ്ടാവുക. വമൻകാന റഅ്സു മാലിഹി ദുന്യ, ഒരാളെ ക്യാപിറ്റൽ ദുന്യാവ് മാത്രമാണെന്ന് വെക്കാം. എന്നാൽ കല്ലത്തിൽ അൽസുനു അൻ വസ്ഫി ഖുസ്റാനി ദീനിഹി, അവൻ്റെ ദീനിനുണ്ടാകുന്ന നഷ്ടം വ്യാഖ്യാനിക്കാൻ നാവുകൾ കുഴഞ്ഞുപോയി. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തില്ല? ആഖിറത്തിന് മുൻഗണനയില്ല. വൽ മാന, അതിന് ചുരുക്ക വ്യാഖ്യാനം എന്താ? മൻ തമസ്സക അല തഖ്വ ബിംതിസാലി അവാമിരില്ലാഹി തആല വജ്തിനാബിൽ മആസി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ നടപ്പിൽ വരുത്തലൂടെയും മാസിയത്തുകൾ ഒഴിവാക്കലൂടെയും തഖ്വാൽ ഒരാൾ മുറുകെ പിടിച്ചായി. അതെങ്ങനെയാണത്? ബിഅൻ അസ്സസ അഫ്ആലഹു ബിമുവാഫഖാത്തി ശറഇ,
ഇവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഷറഇൻ്റെ വിധിക്കനുസരിച്ച് ഒപ്പിച്ചുകൊണ്ടാണ് അവൻ അടിത്തറ ഇട്ടത്. ഷറഇനെതിരാകുന്ന ഒരു പ്രവർത്തനമില്ല. എന്നാൽ അതിന് ലാഭമുണ്ടെന്നല്ല പറഞ്ഞത്. ഫലഹു ഹസനാത്തുൻ കസീറത്തുൻ ലാ തുഹ്സാ, അറ്റമാക്കാൻ കഴിയാത്ത ധാരാളം ഹസനത്ത് അവൻ്റെ കരസ്ഥമാകും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അവൻ്റെ ദീനിൽ കിട്ടുന്ന ലാഭം വർണ്ണിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതിനർത്ഥം. ഇനി മറ്റേത് പറഞ്ഞില്ലേ, ഏത് ദുന്യാവ്. വമൻ തമസ്സക അലാ ഉമൂരി മുഖാലഫാത്തി ശറഇ, ഷറഇന് എതിരായി വരുന്ന കാര്യങ്ങളെ മേലിലാണ് ഇവൻ മുറുകെ പിടിച്ചതെങ്കിലോ ഫലഹു സയ്യിആത്തുൻ കസീറത്തുൻ, ധാരാളം കുറ്റങ്ങൾ അവൻ സമ്പാദിക്കും. അജസത്തിൽ അൽസുനു അൻ ദിക്രി ദാലിക ബിൽ അദദ്, അത് എണ്ണിപ്പറയിലുകൊണ്ട് തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ നാവുകൾ കുഴങ്ങി പോകും. അത്രമാത്രമുള്ള നഷ്ടങ്ങളാണ് അവന് കരസ്ഥമാക്കാൻ കഴിയുന്നതെന്നാണ് ആമിഷ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ ചുരുക്കസാരം. പിന്നെ വാൻ സുഫിയാൻ തൗരി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, കുല്ലു മാസിയത്തിൻ അൻ ശഹവത്തിൻ ഫഇന്നഹു യുർജാ ഗുഫ്റാനുഹ. ഇതാണ് ഒരു കാര്യം. വകുല്ലു മാസിയത്തിൻ അൻ കിബിരിൻ ഫഇന്നഹു ലാ യുർജാ ഗുഫ്റാനുഹ. എന്താ, ഷഹവാത്ത് കൊണ്ടുണ്ടായിത്തീരുന്ന എന്തെങ്കിലും മാസിയത്ത് വന്നാൽ അത് വേഗം അത് പൊറപ്പിച്ചെടുക്കാൻ കഴിയുന്ന, എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊറപ്പിക്കാൻ കഴിയും. അതേ വശത്തിൽ കിബിറിനെ തുടർന്നുണ്ടാകുന്ന മാസിയത്തുകളാണെങ്കിൽ അത് പൊറപ്പിക്കാൻ പ്രതീക്ഷിക്കുക വേണ്ട. അതിൻ്റെ ഉദാഹരണം ലിയന്ന മാസിയത്തെ ഇബ്ലീസ്, ഇബ്ലീസിൻ്റെ മാസിയത്ത് എന്തായിരുന്നു? കാന അസുലഹ മിനൽ കിബിർ, കിബിറിൽ നിന്നാണല്ലോ തുടങ്ങിയത്. ആദം അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആദം അലൈഹിസ്സലാമിനെ കുറവാക്കി പറഞ്ഞു, സുജൂദ് ചെയ്യാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ തുറന്നിട്ട് പോയി അവർക്ക് ലാനത്ത് കിട്ടി. ഇനി അതിന് പ്രത്യേക തൗബയില്ല. ഖിയാമത്ത് നാൾ വരെ അങ്ങനെ കഴിയുക തന്നെ. എന്താ കാരണം? കിബിറാളിൻ്റെ തുടക്കം. എന്താ, ആദം അലൈഹിസ്സലാം എന്താണ് പഴം തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അബദ്ധത്തിൽ എന്തായി പഴം തിന്നു പോയപ്പോഴാണ് ചെറിയൊരു തല്ലത്ത് വന്നത്. റബ്ബനാ ലംനാ അൻഫുസനാ എന്ന് പറഞ്ഞിട്ടത് ഇസ്തിഗ്ഫാർ ചൊല്ലലോടുകൂടി എന്തായി? ഫതാബ അലൈഹി വഹദ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗബ നൽകുകയും അവർക്ക് നുബുവത്തും റിസാലത്തും എല്ലാം കൊടുത്തില്ലേ. അതാ പറയുന്നത്. സുഫിയാൻ തൗരി ആരാന്നറിയും നമുക്ക് എപ്പോഴും അറിയാം. വഹുവ ശൈഖുൽ ഇമാമി മാലിക്, മാലിക് ഇമാമിൻ്റെ ഷെയ്ഖാണ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ മഹത്വം എല്ലാം അതിലടങ്ങി. മാലിക് ഇമാം ആരാണ്? ഷാഫി ഇമാമിൻ്റെ ഉസ്താദാന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞല്ലോ. കൊല്ലു മാസിയത്തിൻ നാശിയത്തിൻ അൻ ഷഹവത്തിൻ, ഇന്ന് ഷഹവത്തിനുള്ള ഉദ്ദേശം ഇസ്തിയാക്കിൻ നഫ്സി ഇലാ ഷൈഇൻ, എന്തെങ്കിലും ഒരു വസ്തുവിലേക്ക് മനസ്സിനുണ്ടാകുന്ന കൊതി, ആഗ്രഹം, ഇതാണ് ഏത്? ഷഹവത്ത്. ഫഇന്നഹു യുർജാ ഗുഫ്റാനുഹ, ആ മാസിയത്ത് വേഗം പൊറപ്പിച്ചെടുക്കാൻ കഴിയുന്നതാണ്. വകുല്ലു മാസിയത്തിൻ നശഅത്തിൻ കിബ്രിൻ, എന്താ കിബിർ? ദാവൽ ഫളി, മറ്റുള്ള ആളേക്കാൾ എനിക്ക് മഹത്വമുണ്ട്, മറ്റുള്ള ആൾ താണതാണ് എന്നതാണല്ലോ കിബിറുള്ള ചിന്താഗതി. അത് വന്നു കഴിഞ്ഞാൽ ഫഇന്നഹു ലാ യുർജാ ഗുഫ്റാനുഹ, അത് പൊറപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ലിഅന്ന മാസിയത്തെ ഇബ്ലീസ് കാന അസ്ലുഹ, ഇബ്ലീസിൻ്റെ മാസിയത്തിൻ്റെ അസ്ലെന്തായിരുന്നു? മിനൽ കിബ്രി. യസ്അമു അന്നഹു ഖൈറും മിൻ സയ്യിദിന ആദം, ആദം അലൈഹിസ്സലാമിനെക്കാണ് ഖൈറാണ് എന്നാണല്ലോ അവൻ്റെ വാദം. അപ്പോൾ ആദമിനെന്താന്ന് മണ്ണ് കൊണ്ട് പടച്ചതാണ്, എന്നെ തീ കൊണ്ട് പടച്ചതാണ് എന്നൊക്കെ വെച്ചുകൊണ്ടാണല്ലോ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് തൗബ കിട്ടണ്ടായി. പക്ഷെ കിബിറ് പോയി കിട്ടണ്ടേ? കിബിറ് പോയിട്ട് വേണ്ടേ ഇൻകിസാറ് വരാനേ? ഈ കാലം കഴിഞ്ഞിട്ടും എനിക്ക് എൻ്റെ കിബിറ് പോയിട്ടില്ലല്ലോ. അതല്ല ഇഹ്യാഉലുദ്ദീൻ പറഞ്ഞ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൂർ സീനാ മലയിലേക്ക് പോകുമ്പോൾ ഇബ്ലീസ് കണ്ടുമുട്ടി. മൂസ അവിടത്തേക്കാ പോകുന്നത്? തൂർ സീനയിലേക്ക്. നിങ്ങൾക്കൊരു കാര്യം ഏൽപ്പിച്ചാൽ നിർവഹിക്കുമോ? ആയിക്കോട്ടെ. എന്താണ്? ഇബ്ലീസായ എനിക്ക് തൗബ കിട്ടാൻ വല്ല മാർഗമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മുനാജാത്തിൽ എന്തായി? ആദം അലൈഹിസ്സലാത്തു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇത് മറന്ന്. പക്ഷേ അവസാനം അല്ലാഹു തആല ഓർമ്മിപ്പിക്കുന്നു, മൂസ ഒരാളൊരു അമാനത്ത് ഏൽപ്പിച്ചനല്ല എന്നോട് പറയാൻ വേണ്ടിയിട്ട് എന്താ മറന്ന? ഓ അതെ, ഇബ്ലീസ് കണ്ടിന്, അവന് തൗബ ചെയ്യാൻ വേണ്ടി വല്ല മാർഗമുണ്ടോയെന്ന്.
ഉണ്ടല്ലോ. തോബൻ്റെ വാതിൽ എപ്പോഴും മലക്കത്ത് തുറന്നിട്ടല്ലേ ഉള്ളത്. എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പം ജീവിച്ചിരിപ്പില്ലല്ല. ആ ഖബറിൻ്റെ അവിടെ പോയിട്ട് എൻ്റെ കൽപ്പന പ്രകാരം ഒരു സുജൂദ് ചെയ്താൽ എൻ്റെ പഴയ സ്ഥാനമെല്ലാം മടക്കിത്തരാമെന്ന് പറഞ്ഞു. ചെയ്യലേണ്ടത് കിബറിൻ്റെ വാതിൽ തന്നെ. ജീവിച്ചിരിക്കുന്ന കാലത്ത് സുജി ചെയ്ത ഞാനാ, പിന്നെ മരിച്ചിട്ടും എൻ്റെ കവനോടെ പോയി സുജി ചെയ്ത് പോയി പണി നോക്കാൻ പറഞ്ഞു. എനിക്ക് തകുമ്പ ഇല്ലെങ്കിലും വേണ്ടാന്ന്. ഇവർ പോവില്ല. അത് ഒന്നിനു ശേഷം ഒന്നിങ്ങനെ വരും. അതാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു സല്ലത്തെന്ന് പറഞ്ഞത് എന്താണ്? ഖാൻ അസ്ലാമിനെ ഷഹ്വത്തി ബിസബബ് ഇഷ്ടിയാഖിഹിലാ ദൗഖി സമറത്തി ഷജറത്തി ഷഹ്വ. ഷഹ്വത്തിൻ്റെ ഒരു മരം ഉണ്ടായിനടെ, അൽ മൻഹിയന്ന, അതാണ് തൊടല്ല എന്ന് പറഞ്ഞത്. അത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമ മറന്നു, അതിലേക്ക് പെട്ടു എന്നല്ലേ പറഞ്ഞത്, മനഃപൂർവ്വമൊന്നും അല്ലല്ലോ. ഇനി 10-ാമത്തേതാ പറയുന്നത്, വാൻ ബാലി സുഹാദി മൻ അതിനബ ദമ്പൻ വഹുബ യൽഹഖു. ഒരാൾ ദോഷപ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അയാൾ ചിരിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ ഫഇന്നല്ലാഹു യുദ്ഖിലുഹുന്നാർ, അവനെ അല്ലാഹു തആല നരകത്തിൽ കിടത്തും. അതാണ് ദോഷം ചെയ്തൊന്നും സാരമില്ല എന്നുള്ള നിലക്ക് സന്തോഷിച്ചുകൊണ്ടാണല്ലോ ചിരിക്കുന്നത്. ചിലവനിക്ക് ചിരിക്കാനെങ്ങനെ തോന്നി? വഹുവ യമദ ഫഇന്നല്ലാഹു യുദ്ഖിലുഹുന്നാർ, നരകത്തിൽ കിടക്കുമ്പോൾ വഹുവ യബ്കി, അവിടെ കരഞ്ഞോളും. വമൻ അതാഅ, ഒരാൾ അല്ലാഹു തആലക്ക് വഴിപ്പെട്ട് വഹുവ യബ്കി, അവൻ്റെ കരച്ചിലാണ്, എൻ്റെ വഴിപാട് സ്വീകരിക്കൂലേ, ഞാൻ എൻ്റെ വഴിപാട് എന്തിനു മതി, അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്രായി മതിയാവൂലല്ലോ എന്നുള്ള നിലക്ക് ഫഇന്നല്ലാഹ തആല യുദ്ഖിലുഹുൽ ജന്നത വഹുവ യൽഹഖു, ചിരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് അല്ലാഹു തആല പ്രവേശിപ്പിക്കും എന്നാണ്. ദവാം ബാലി സുഹാദ് എന്ന് പറഞ്ഞാൽ ആരാ? സാഹിദിൻ്റെ ജമ്മാണ് ഇത്, സുഹാദ്. വഹുമുല്ലദീൻ ഹത്തക്കറു ദുന്യാ, ദുന്യാവിനെ നിസ്സാരമാക്കുകയും വലം ജുബാലൂബിഹ, അതിന് വലിയൊരു മൂല്യം കൽപ്പിക്കാതിരുന്ന്. പക്ഷേ ദുന്യാവ് വേണ്ടേ, ബൽ അഖദു മിൻഹാ ഖദറ ലറൂറത്തിഹിം, അവരെ ജീവിക്കാൻ ആവശ്യമായ ലറൂറത്തിൻ്റെ കദർ മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം അതിൻ്റെ അഹലുകാർക്ക് വിട്ടുകൊടുത്ത്. ഇതാണ് ആര്? സാഹിദ്. ആ സാഹിദിൻ്റെ ജമ്മ് സുഹാദ്. മൻ അദ്നബ ദമ്പൻ തഹമ്മലഹു, ഒരാൾ ദോഷം വഹിച്ചിട്ടുണ്ട്, വഹുവ യുദ്ഹഖു, എന്നിട്ടും അവൻ ചിരിക്കുകയാണ്. വൽഹാലു അന്നഹു യഫ്റഹു ബി തഹമ്മുലിഹി, ദോഷം വഹിച്ചുകൊണ്ട് തന്നെ അവന് സന്തോഷം. എന്നാൽ ഫഇന്നല്ലാഹ തആല യുദ്ഖിലുഹുന്നാർ വഹുവ യബ്കി, കരഞ്ഞുകൊണ്ടായിരിക്കും അവൻ നരകത്തിൽ കയറുക. അതുകൊണ്ട് ലിഅന്ന ഹഖഹു അൻ യന്ദമ, ഇവൻ്റെ കടമ എന്തായിരുന്നു? ദോഷം വന്നു പോയല്ലോ എന്ന് കരുതിയിട്ട് ഖേദിക്കുകയും വയസ്തഗ്ഫിറുല്ലാഹ തആല ലിദാലിക, അതിന് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെല്ലുകയല്ലേ വേണ്ടത്, ചിരിക്കലല്ലല്ലോ വേണ്ടത്. വമൻ അത്വാഅ വഹുവ യബ്കി, കരഞ്ഞുകൊണ്ട് തന്നെ ദുഃഖിച്ചുകൊണ്ട് എന്താകണം ഒരാൾ താഅത്ത് ചെയ്യുന്നു. അതിന് ഹയാഅൻ മിനല്ലാഹി തആല, ഇത് അല്ലാഹ് ചെയ്ത നിഅമത്തിൻ്റെ മുമ്പിൽ എവിടെ വെക്കാനും എൻ്റെ ഈ നിസ്കാരമോ നോമ്പോ ഒന്നും മതിയാവില്ലല്ലോ. അതുപോലെ ഖൗഫൻ മിൻഹു തആല അലാ തഖ്സീരിഹി ഫീ തിൽക ത്വാഅത്തി, ഈ ചെയ്യുന്ന ത്വാഅത്തിൽ തന്നെ എന്തുണ്ട്, പല പോരായ്മകളുണ്ട്. സൂറത്തിൽ ഇങ്ങനെ കടമ നിർവഹിക്കാമെന്നല്ലാതെ അതിൻ്റെ ആദാബുകളോ ശുറൂത്തുകളോ അർക്കാനുകളോ ഒന്നും വേണ്ടതുപോലെ ഒന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ തഖ്സീറിൻ്റെ മേലിൽ പേടിച്ചുകൊണ്ടും ഇവൻ കരഞ്ഞ് എന്നിട്ടാണ് വഴിപാടെടുക്കുന്നത്. എന്നാൽ ഫഇന്നല്ലാഹ തആല യുദ്ഖിലുഹുൽ ജന്നത വഹുവ യൽഹഖു, ചിരിച്ചുകൊണ്ട് അല്ലാഹു തആല അവനെ സ്വർഗത്തിലേക്ക് കയറ്റും. എന്തുകൊണ്ട്? ഐ യഫ്റഹു ഗായത്തൽ ഫറഹി ലിഹുസൂലി മത്ലൂബിഹി. അപ്പം ചിരി എന്ന് പറഞ്ഞാൽ വായി തുറന്ന് ചിരിക്കൽ എന്നല്ല അർത്ഥം. ഗായത്തുൽ ഫറഹിനെ തൊട്ട് ഇബാറത്താണ് ചിരി, സന്തോഷത്തോടുകൂടി. എന്തുകൊണ്ട്? വഹുവ അഫുല്ലാഹി തആല, അല്ലാഹു തആല അഫു എനിക്ക് കിട്ടി സ്വർഗത്തിൽ എത്തിച്ചല്ലോ. ഇനി 11-ാമത്തേതാ പറയുന്നു, വഅൻ ബഅദിൽ ഹുകമായി ലാ തഹഖിറു ദുനൂബ സിഗാർ. ഹുക്കമാക്കളെ കൊണ്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ പറ്റി അറിയുന്ന മാരിഫത്തുള്ള ആലിമീങ്ങൾക്കാണ് ഹുക്കമാക്കൾ എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ ചെറിയ ദോഷങ്ങളാണെങ്കിലും അത് സാരമില്ല, നിസ്സാരമാണ് എന്ന് കരുതാൻ പാടില്ല. എന്തുകൊണ്ട്? ലാ തഅദുഹ സിഗാറൻ ഫഇന്നഹ തതശഅബു മിൻഹ ദുനൂബുൽ കിബാർ. ഈ ചെറിയത് കൂടുമ്പോഴാണ്
വലിയ ദോഷങ്ങളായി ഒരുമിച്ച് കൂടും. കുറേ തുള്ളികൾ കൂടിയാൽ എന്താകും? ഒരു പാത്രത്തിൽ വെള്ളം ഉണ്ടാവില്ലേ? കുറേ മണൽത്തരി കൂടുമ്പോൾ ഒരു പ്രദേശം ഉണ്ടാവില്ലേ? കുറേ വ്യക്തികൾ ഓരോന്ന് കൂടുമ്പോൾ ഒരു സമൂഹം ഉണ്ടാവില്ലേ? എന്ന് മാത്രമല്ല, ഈ ചെറുതെന്താക്കും? മറ്റൊരു ചെറുതിനെ വിളിച്ചുകൊണ്ടിരും. സാരിയില്ലാന്ന് വെച്ച് പോയിട്ടുണ്ട് ഇവിടെ. ആ ചെറുത് ചെല്ലം കൂടെ കൂട്ടുമ്പോൾ എന്താക്കും? മൊത്തത്തിൽ കബീറത്താകും. കുറേ ഈർക്കിലി കൂട്ടിയിട്ടല്ലേ മണ്ണുകൾ ചൂലുണ്ടാക്കുന്നത്. ഈർക്കിലി കൊണ്ടത് സാരിയില്ലാന്ന് വെച്ചാൽ കഴിച്ചു കളഞ്ഞാൽ ഒന്നുമില്ലേ. അതാണ് വായിലൻ റുബ്ബമാ യകൂനു ഖളബുല്ലാഹി തആല ഫീ തിൽക സിഗാർ. ആ ചെറിയ ദോഷത്തിലായിരിക്കും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ഖളബ് അടങ്ങിയത്. ആ അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ തജല്ലി വരുമ്പോൾ അല്ല ഹിക്കമിൽ പറഞ്ഞത് ലാ സഗീറത്ത ഇൻ വാജഹക ഫദ്ലുഹു എന്താ ഇൻ കാമലക അദിലുഹു. അള്ളാഹു തആല നീതി കൊണ്ട് നിന്നെ നേരിടുകയാണെങ്കിൽ ചെറുകുറ്റം എന്ന് പറഞ്ഞിട്ട് അത് സാരിയില്ലാന്ന് നോക്കൂലാന്ന്, അത് ഗൗരവം അറിയുന്നതായിരിക്കും. വലാ കബീറക്കത്ത ഇം വാജഹക ഫദ്ലുഹു. അള്ളാഹു തആല നിഅമത്താണ്, അവൻ്റെ ഫദ്ലാണ് നിന്നെ അഭിമുഖീകരിക്കുന്നതെങ്കിൽ എന്തില്ല? കബീറത്ത് പൊറുക്കാതിരിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ നിന്നെക്കൊണ്ട് മുവാജഹ ചെയ്തത് അള്ളാഹുവിൻ്റെ ഫദ്ലാണോ അല്ല അള്ളാഹുവിൻ്റെ അതിലാണോ നമുക്കറിയില്ലല്ലോ. അതായത് ജലാലിയായ തജല്ലി ഉണ്ടാകാം, ജമാലിയായ തജല്ലി ഉണ്ടാകാം. ഇല്ലത് സാഹചര്യത്തിൽ ചിലപ്പോൾ മനസ്സിലാക്കാം. ഇപ്പോൾ റളാ ഷരീഫിൽ ജമാലിയ തജല്ലിയാണ് ഗാലിബ് ഉണ്ടാകുക. പക്ഷെ അവിടെ കുരുത്തക്കേട് കാട്ടിയാലോ ഇതിൻ്റെ നേരെ സാധാരണ ജലാലിയായിരിക്കില്ലല്ലോ. ഹറമിലെല്ലാം മറ്റൊക്കെ ജമാലി തജല്ലിയാകുമ്പോൾ ആ ജമാലിക്ക് ഒപ്പിച്ച ജലാലി അപ്പുറം ഉണ്ടല്ലോ. അതിന് മട്ടം പോലെ നിന്നെങ്കിൽ മനസ്സിലാക്കാം. ഇപ്പോൾ റമദാനിന് എന്തിനു തജല്ലിയാന്ന്? ജമാലി. പക്ഷേ ആ റമദാനിൽ ഒരാൾ കള്ളു കുടിച്ച് നോക്കുമ്പോൾ കള്ളും കുടിച്ച് നടന്നാലോ? അതന്നെ. അങ്ങനെ പ്രത്യേക അവനിക്ക് ഉറപ്പിച്ചാൽ മാത്രമല്ല കിട്ടൂല. പിന്നെന്താക്കും? അള്ളാഹുനൊക്കെയുള്ള തവജ്ജുഹ എന്ന കൽബിന് ഒരു ഇങ്കിസാറും ഒരു കിടം ഉണ്ടായിത്തീരും. അതൊരു എനിക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു പൊരിയാലും വിഷമങ്ങളൊക്കെ. ഇനി ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അള്ളാഹു തആല പെണ്ണേക്ക് ദോഷം പുറത്തു എന്ന് പറഞ്ഞേ? പട്ടിക്ക് വെള്ളം കൊടുത്തിട്ട്, പിന്നെ ഒരു പൂച്ചനെ കെട്ടിയിട്ടിട്ട്, അത് നമുക്ക് ഇനി ക്ലാസ്സിൽ നോക്കിയില്ല. ആ അതെ, പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ കണ്ട് കെട്ടിയിട്ട്, അപ്പം കാഴ്ചക്ക് എന്താണെന്നൊരു പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല എന്നല്ലേ പറയുള്ളൂ. പക്ഷെ അത് ശിക്ഷാർഹരായില്ലേ. ഇനി വഅനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് 12-ാമത്തത്, ലാ സഗീറത മഅൽ ഇസ്റാർ. ദോഷങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നു എന്നുവെച്ചാലോ തൗബയില്ല. തൗബ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടും തൗബയില്ലാതെ എന്താക്കണം? അതിൽ തന്നെ തുടർന്നു പോകുന്നു. അപ്പോൾ ചെറുദോഷങ്ങളാണെങ്കിലും ഇസ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? ദോഷങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നത് കൊണ്ട് ദോഷങ്ങൾ വങ്കുറ്റമാകും. ഇഹ്ജാലുദ്ദീനിൽ ഏകദേശം 15ഓളം കാര്യം എണ്ണിയിട്ടുണ്ട്. ഇത് ചെറുകുറ്റങ്ങൾ വങ്കുറ്റങ്ങളാകുന്നത് എപ്പോൾ? ചെറുകുറ്റം വങ്കുറ്റമാകുന്ന അവസരങ്ങളുണ്ട്. അതെപ്പോഴാണ്? അതിൽപ്പെട്ട ഒന്നാണെന്താന്ന്? ഇതിന് ഒന്നിന്ന് പിൻവലിക്കലില്ലാതെ ഇങ്ങനെ തുറന്നു പോക്കന്നെ ചെറുതല്ലേ എന്ന് പറഞ്ഞിട്ട്. മറ്റൊന്ന്, ഇവൻ അംഗീകരിക്കുന്ന ഒരാളാണ്, മറ്റുള്ള ആൾ കണ്ട് മാതൃകയാക്കും. അപ്പോൾ മറ്റുള്ള ആളുകൾ കാണത്തക്ക രീതിയിൽ ചെറുകുറ്റം ചെയ്താൽ എന്താക്കുന്നറിയോ? ഓറ് വലിയ ആളല്ലോ, വലിയാറും കൂടെ എന്താന്ന് കിബിലക്കുള്ള തുപ്പിയില്ലേ, നമുക്ക് തുപ്പിയാൽ എന്താ വരാൻ പോകുന്നു? കിബിലക്ക് തുപ്പിയില്ലേ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അടുക്കൽ അത് ഇവർ മാതൃകയായി കളയും. അപ്പോൾ ഇവൻ ഇത്തിബായ് ചെയ്യുന്ന വ്യക്തികളെല്ലാവരുടെ കുറ്റത്തിനും ആര് കാരണക്കാരനായി? ഇവൻ കാരണക്കാരനായി. അതിന് 15ഓളം കാര്യം എണ്ണിയിട്ടുണ്ട്. നല്ല സമയത്താവുക, ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി വെച്ച സ്ഥാനത്താകുമ്പോൾ അതിനോട് ധിക്കാരയിപ്പില്ലേ? അതാ ഫഇന്നഹ ബിൽ മുവാലബത്തി അലൈഹ, ഈ ദോഷങ്ങളുമേൽ പതിവാക്കുന്നത് കൊണ്ട് തഅലമു, അത് വമ്പിച്ചതായി മാറും. ഫതസീറു കബീറത്തൻ, ഒരു കബീറത്തായി മാറും. വഅയ്ളൻ അന്നഹ അലാ അസ്മി ഇസ്തിദാമത്തിഹ, ഇനി അവസരം കിട്ടിയാൽ ഇനിയും ചെയ്യും എന്നല്ല ഇവൻ്റെ ഇസ്റാർ കൊണ്ടുണ്ടായിത്തീരുന്നത് അല്ലേ?
അപ്പോൾ തസീറു കബീറത്തൻ, അപ്പോൾ കബീറത്തായി മാറാനുള്ള രണ്ട് കാരണങ്ങൾ ഒരുമിച്ച് കൂടി. ഫൈന നിയ്യത്തൽ മർഇ ഫിൽ മആസി, കുറ്റകൃത്യങ്ങളിൽ ഒരു മനുഷ്യൻ നിയ്യത്ത് ചെയ്ത് വെച്ചാൽ കാനത്ത് മഅസിയത്തൻ, അത് മഅസിയത്താണല്ലോ. ഇനി വലാ കബീറത്ത മഅൽ ഇസ്തിഗ്ഫാർ, ഇതാണ് രണ്ടാമത്തെ ശിക്ക്. ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിനോട് തൗബ ചെയ്ത് പൊറപ്പിച്ചാൽ കബീറത്ത് മായ്ക്കപ്പെടും, കബീറത്ത് മായ്ക്കപ്പെടും. അതാ ഐ തൗബത്തി ബിശുറൂത്തിഹ, വെറും ഇസ്തിഗ്ഫാർ എന്ന കലിമത്ത് പറയലല്ല, ശുറൂത്തോടു കൂടിയുള്ള തൗബ ചെയ്താൽ ഫഇന്ന തൗബത തംഹു അസറൽ ഖതീഅ, ഖതീഅത്തിൻ്റെ അസർ എന്താക്കും? തൗബ കൊണ്ട് നീക്കും. വൈൻകാനത്ത് കബീറത്തൻ, ആ ചെയ്ത കുറ്റം കബീറത്താണെങ്കിലും എന്തായി മാറും? ഇസ്തിഗ്ഫാർ കൊണ്ട് പൊറുക്കപ്പെടും. പക്ഷേ ഷർത്തൊപ്പിക്കലാണല്ലോ കാര്യം നിൽക്കുന്നത്. ഇസ്തിഗ്ഫാർ താബിയാന്ന സുന്നത്തല്ലേ, ഷർത്തൊപ്പിക്കലാണ് ഇതിൻ്റെ കാര്യം കിടക്കുന്നത്. റവാ ഹാദൽ ഹദീസ് ദൈലമി അൻ ഇബ്നു അബ്ബാസിൻ, ഈ ഹദീസ് ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ലാകിൻ ബി തഖ്ദീമിൽ ജുംലത്തിൽ അഖീറത്തി അനിൽ ഊല, ഇപ്പം എന്താ പറഞ്ഞത്? സഗീറത്ത് ഇല്ല, സഗീറത്തല്ല മുന്തിച്ചേ. ലാ കബീറത്ത മഅൽ ഇസ്തിഗ്ഫാരി വലാ സഗീറത്ത മഅൽ ഇസ്റാർ എന്ന് തിരിച്ചാണ്, രണ്ടും മാന ഒന്നല്ല. ഇനി വൽ മക്കാലത്ത് സാലിസ അഷറ, 13ാമത്തെ മക്കാല 30 എന്താണ്? ഹമ്മുൽ ആരിഫി സനാഉ, ഒരാരിഫായ വ്യക്തിക്ക് അള്ളാഹുവിന് എപ്പോഴും പുകഴ്ത്തലാണ്. എന്തുണ്ട്? ഹംദും സലാം ചൊല്ലി പുകഴ്ത്തലാണ്. എന്തിൻ്റെ? അദ്ദേഹത്തിൻ്റെ നിയ്യത്തെപ്പുണ്ടാകുക. എന്നാൽ വഹമ്മു സാഹിദി, സാഹിദിൻ്റെ ഹമ്മ എന്താണെന്ന് പറയുക? ദുആ, അവനിക്കെന്തല്ലോ കിട്ടാനുണ്ട്, ഇങ്ങനെ ചോദിച്ചു വാങ്ങലാണ്. അപ്പോൾ നഫ്സിൻ്റെ ഹല്ലിന് മുൻഗണന കൊടുത്തിട്ടുണ്ടാല് സാഹിദ്. നഫ്സിൻ്റെ ഹല്ലിന് മുൻഗണന ഒന്നും കൊടുക്കാത്ത ആളാണ് ആരിഫ്. അപ്പോൾ ആരിഫും സാഹിദും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദ ഹമ്മുൽ ആരിഫി അസ്തനാവ് ഐ മുറാദ്, ഇതിൻ്റെ ഹമ്മിൻ്റെ അർത്ഥം മുറാദുൽ ആരിഫി ബില്ലാഹി അസ്തനാഉ അലല്ലാഹി തആല ബി ജമീലി സിഫാത്തിഹി, അള്ളാഹുവിൻ്റെ ജമീലായ സിഫാത്ത് പറഞ്ഞുകൊണ്ട് അവനെ സ്തുതിക്കലാണ് ആരിഫിൻ്റെ എപ്പോഴും ലക്ഷ്യം. അതായത് സാഹിദിനോ അദ്വാവ് എന്താ? മിസാദുൽ മുഅരിദി അനിസ്സായിദി അലാ ഖദിരിൽ ഹാജത്തി മിനദ്ദുന്യ, ദുന്യാവിൽ നിന്ന് ഹാജത്തിനേക്കാൾ അധികമുള്ള എല്ലാം ഒഴിവാക്കി ആക്കല്ലേ സാഹിദ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അദ്ദേഹത്തിന് എന്തുണ്ട്? ഇതൊക്കെ കിട്ടാനുണ്ടാവും. അദ്വാ വഹുവ തളറു ഇലല്ലാഹി ബിസുആലി മാ ഇൻദഹു മിനൽ ഖൈർ, എന്താ ഇവന് അള്ളാഹിൻ്റെ അടുക്കൽ എന്തെങ്കിലും ഖൈർ ഉണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് ചോദിച്ചു വാങ്ങി. ചുരുക്കത്തിൽ എന്തായി? ആരിഫിൻ്റെയും സാഹിദിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം. ആരിഫിന് അള്ളാഹിൻ്റെ കാര്യത്തിലായിരിക്കും മുൻതൂക്കം, മറ്റേതോ നഫ്സിൻ്റെ ഹല്ല് അവകാശം പിടിക്കും. എന്തുകൊണ്ടാണ്? ലി അന്ന ഹമ്മൽ ആരിഫി, ആരിഫിൻ്റെ ഹമ്മെന്താണ്? റബ്ബു, അവൻ്റെ റബ്ബിനെ കിട്ടണമെന്നാണ്. ല സവാബു വലൽ ജന്ന, സ്വർഗവുമല്ല സവാബുമല്ല. പാടലില്ലേ? കുല്ലുഹും യഅ്ബുദൂക മിൻ ഖൗഫി നാരിൻ വയറൗന നജാത ഹല്ലൻ ജസീല, എല്ലാവരും നിനക്ക് ഇബാദത്ത് എടുക്കുന്ന, ഒന്നിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ സ്വർഗം കിട്ടണം, ഇതൊക്കെയാണ്. പക്ഷേ എനിക്ക് നിൻ്റെ ലിഖാവും നിൻ്റെ മഹബത്തും കിട്ടണമെന്നാണ്. സ്വർഗം തന്നാൽ വേണമെങ്കിൽ എടുക്കാം, ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷ കൊള്ളുകയും ചെയ്യാം. എല്ലാം പറ്റ പോയിട്ടില്ലല്ലോ, പറ്റ പോയവർക്ക് ജീവിക്കാൻ കഴിയുമോ? എല്ലാം ദുഞ്ഞാവിൽ ഒരു അളവോളം ലറൂറത്തിൻ്റെ കഥ ഇല്ലാഞ്ഞവർക്ക് ജീവിക്കാൻ കഴിയുമോ? ആരിഫിനെ അല്ല അള്ളാൻ്റെ പൊരുത്തത്തിന് മുമ്പിൽ അതൊന്നും നിസ്സാരമായി മാറിയില്ലേ? ലറൂറത്ത് കിട്ടിയാലും ഇല്ലെങ്കിലും പക്ഷെ ചോദിച്ചു നോക്കൂല, തരുമല്ലോ. വഹമ്മുസാഹിദി നഫ്സുഹു, കടാ സാഹിദിൻ്റെ ഹമ്മെന്താണ്? നഫ്സാണ്. ഐ മംഫാത്തു നഫ്സിഹി മിനസ് സവാബി വൽ ജന്ന, സ്വർഗം കിട്ടൽ കൊണ്ട് സവാബ് കിട്ടൽ കൊണ്ട് നഫ്സിന് ഉപകാരം കിട്ടലാണ് സാഹിദിൻ്റെ കരുത്തിലുള്ളത്. ഫർഖും ബൈന മൻ ഹിമ്മത്തുഹുൽ ഹൂർ, ഒരാളെ ഹിമ്മത്ത് ഹൂറുല്ലീങ്ങളും സ്വർഗവുമായ ഒരാൾ. വമൻ ഹിമ്മത്തുഹു റഫ്ഉസ് സുതൂർ,
ഇവൻ്റെ മുഖമൂടിയെല്ലാം നീക്കി ഹിജാബെല്ലാം പോയിട്ട് അള്ളാഹുവിൻ്റെ ലിഖായ് കാണലാണ് ഒരാൾ ലക്ഷ്യമെങ്കിൽ രണ്ടുപേരും ലക്ഷ്യത്തിൻ്റെ അകൽച്ച എത്രമാത്രം ഉണ്ടെന്ന് പരിശോധിച്ച് നോക്കാം. കുല്ലുഹും യഅ്ബുദൂക നമ്മൾ പാടലുണ്ട്, കുല്ലുഹും യഅ്ബുദൂക മിൻ ഖൗഫി നാരി വയറൗന നജത ഹല്ലൻ ജസീലാ എന്ന് പറഞ്ഞു. ലൈസലി മിനൽ ജിനാനി വന്നാരി റയ്യൂൻ, എനിക്ക് സ്വർഗത്തിനെ പറ്റിയോ നരകത്തിനെ പറ്റിയൊന്നുമില്ല, അത് നിൻ്റെ പടപ്പാന്ന്. അപ്പോൾ താണ സാധനം ഒഴിവാക്കിയിട്ട് മുന്തിയ സാധനം എടുത്തുന്നല്ലേ വന്നിട്ടുള്ളൂ ഇവിടെ. ഇത് ഇതിന് അല്ല, അത് ആ മർത്തവക്കാർക്ക് ഓർമ്മിക്കാം. ആ മർത്തവ വിട്ട് ഒരു ലുവാനുമിനല്ലാഹി അക്ബറിൻ്റെ മർത്തവക്കാർക്ക് നീ സ്വഭാവം അതൊന്നും ഒരു, അതായത് ഒരു ലാഭങ്ങളുടെ കച്ചവടം ചെയ്യുന്നേ ഉള്ളൂ. ഇത് ദുന്യാവിൻ്റെ സുഖം വിട്ടിട്ട് ആഖിറത്തിന്, അത് രണ്ടും പടപ്പന്നല്ലേ, മറ്റൊരു പടച്ചോനെയാണ്. ഇനി 14 വഅൻ ബഅദിൽ ഹുക്കമായി മൻ തവഹമ അന്ന ലഹു വലിയൻ ഔലാ മിനല്ലാഹ്, അള്ളാഹുവിനെ കാണാൻ ഇവനെ കാരസംരക്ഷകനായിട്ടൊരു വലിയ, ഇത് അന്ന് മറ്റേ കറാമത്തുള്ള വലിയനെ പറ്റിയല്ല പറയുന്നത്. വലിയൻ്റെ അവിടെ എന്താന്ന്, ഇവൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു എനിക്കല്ലേ വലിയെന്ന് പറയുക. വേണ്ടതെല്ലാം കൊടുക്കലാണ് വിലായത്തിലുണ്ടാവുക. അപകടങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും തടുക്കലിലാണെന്നുണ്ടെങ്കിൽ നെസറുണ്ടാവുക. ഈ വിലായത്തും നെസറിനോട് കൂടുമ്പോഴാണ് റുബൂബിയത്ത്. റുബൂബിയത്തിനെ കട്ടയിച്ചാൽ വിലായത്ത് പ്ലസ് നെസർ. അപ്പോൾ അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു വലിയുണ്ട് എന്ന് ഒരാൾ ഊഹിച്ച് തവഹമ, എന്നാൽ കല്ലത്ത് മാരിഫത്ത് ഹോബില്ല, അള്ളാഹിനെ കൊണ്ടുള്ള മാരിഫത്ത് ചുരുങ്ങിയതാണ് ഇതിൻ്റെ കാരണം. അള്ളാഹുവിനെ കാണാൻ മറ്റൊരു സാധനത്തിന് ഇവ മുൻഗണന കൊടുത്തില്ലേ. വമൻ തവഹമ അന്നലഹു അദുവൻ അഅദാ മിൻ നഫ്സിഹി, ഇവൻ്റെ നഫ്സിനെ കാണാൻ ഇവനോട് ശത്രുത കാട്ടുന്ന ഒരു അദവ് വേറെ ഉണ്ടെന്ന് ഊഹിച്ചാൽ എന്നാൽ കല്ലത്ത് മാരിഫത്ത് ഹോബി നഫ്സിഹി, നഫ്സിനെ പറ്റിയുള്ള വിവരം ഇവന് ഇല്ലാണ്ടായതാണ്. നഫ്സിനെ പറ്റി വിവരമുണ്ടെങ്കിൽ എന്താണ്, എല്ലാത്തിനേക്കാളും വലിയ അദബ് നഫ്സാണ് എന്നല്ല മനസ്സിലാക്കല്. നമ്മൾ പണ്ട് 5 ഫുത്തുഹാത്ത് പറയുന്നുണ്ടല്ലോ, അതിൽപ്പെട്ട് നഫ്സിനെ പറ്റിയുള്ള ഫത്ഹ വന്നാൽ എന്താകും, നഫ്സ് എത്ര മാത്രം നന്നായി ജിബ്രീലിനെപ്പോൾ വിഭാഗത്തെടുത്തിട്ട് കൂടുന്നുണ്ടെങ്കിലും നമ്പാൻ പറ്റൂല. ഇന്നൽ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ എന്നാ പറഞ്ഞു. അല്ലാഹു തആല പറഞ്ഞു നഫ്സ് എന്നുള്ളത് അമ്മാറത്തും ബിസ്സൂ ആണെന്ന് അല്ലാഹു പറഞ്ഞു. ഇനി അതിനെ നന്മ കൊണ്ട് പറയലെങ്ങനെയാണ്? ഇപ്പം നഫ്സിനെ കൊണ്ടുള്ള അറിവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനേക്കാണ് വലിയ ശത്രു വേറെ ഉണ്ടെന്ന് തോന്നിയത്. അള്ളാഹുവിനെ പറ്റിയുള്ള ഇൽമില്ലാത്തത് കൊണ്ടാണ് എന്നുണ്ടായത് അള്ളാഹിനെ കാണാൻ വലിയ കാര്യ സംരക്ഷകനുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അതാ ബഅദുൽ ഹുകമകാര അത്തിബ്ബാഉൽ ഖുലൂബ് വഹുമുൽ ഔലിയാ, ഹൃദയത്തിൻ്റെ ചികിത്സ നൽകുന്ന ആലിമീങ്ങൾക്ക് എന്ത് പറയും, അത്തിബ്ബാഉൽ ഖുലൂബ്, അവർക്ക് ഔലിയാ. മൻ തവഹമ അന്ന ലഹു വലിയൻ ഔലാ മിനല്ലാഹി തആല കല്ലത്ത് മാരിഫത്തുഹു ബിലാന്നല്ലേ. അതാ വൽ മഅന മൻ ലന്ന അന്ന ലഹു നാസിറൻ അഖ്റബ മിനല്ലാഹി തആല, അള്ളാഹുവിനേക്കാൾ ഇവൻ അടുത്ത ഒരു നാസിറുണ്ട്, ഒരു വലിയുണ്ട് എന്ന് ഒരാൾ ഊഹിച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ വാക്കിസറ നുസറത്തൻ മിൻഹു, അള്ളാഹുവിനേക്കാൾ ഏറ്റവും സഹായമുடைய ഒരാൾ മറ്റൊരു വ്യക്തിയുണ്ട് എന്ന് ഊഹിച്ചാൽ ഫഇന്നഹു ലം യഅരിഫില്ലാഹ തആല, അള്ളാഹു തആലാനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല, തെറ്റിപ്പോയി മനസ്സിലാക്കിയത്. വമൻ തവഹമ അന്ന ലഹു അദുവൻ അഅദാ മിൻ നഫ്സിഹി എന്ന് പറഞ്ഞാൽ കല്ലത്ത് മാരിഫത്തുഹു ബി നഫ്സിഹി അല്ലേ. വമൻ ലന്ന അന്ന ലഹു അദുവൻ അഖ്വാ മിൻ നഫ്സിഹിൽ അമ്മാറത്തി വല്ലവ്വമ, ഇവൻ്റെ നഫ്സിൽ പല ഗ്രേഡുകളുണ്ട്. അമ്മാറത്തുണ്ട്, ലവ്വാമത്തുണ്ട്, മുൽഹിമത്തുണ്ട്, മുത്തുമഇന്നത്തുണ്ട്. മുത്തുമഇന്നത്ത് എന്ന പദവിയൊക്കെ അല്ലാഹു തആല എന്താക്കിയിട്ടുള്ളൂ, സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമഇന്നത്തു ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. അതിനെന്താക്കും, അള്ളാഹിനെ തൊട്ട് പൊരുത്തപ്പെടലും അള്ളാഹിൻ്റെ വക്കെന്ന് പൊരുത്തം ഇങ്ങോട്ട് കിട്ടലും എവിടെയുള്ളൂ, മുത്തുമഇന്നത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ മൂപ്പറെന്താക്കി, മുത്തുമഇന്നത്തിനെ ഒഴിവാക്കാനാണ് ഏറ്റവും വലിയ ശത്രു അമ്മാറത്തും ലവാമത്തും എന്ന് പറയുന്നത്. അമ്മാറത്തും ലവാമത്തിൻ്റെ വിശദീകരണം കുറച്ച് അങ്ങോട്ട് പറയും. എന്താണ്, ആകെ മനുഷ്യൻ്റെ നഫ്സ് ഒന്നിക്കൽ ചീത്തയിൽ തന്നെ മുൻതൂക്കമുള്ളത്.
ചീത്ത നന്മ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഉണ്ടായി, അല്ല അതെന്താവും ഇതിനെക്കൊണ്ട് കളയും ചെയ്യും. അപ്പോൾ അമ്മാറത്ത് എന്ന് പറയും. നന്മയിൽ നിന്നെന്താക്കി, അല്ല ചീത്തയിൽ നിന്നൊരല്പം അളവെന്താക്കി നന്മയിലേക്ക് കരകയറി കഴിഞ്ഞാൽ ലബാമത്ത് എന്ന് പറയും. ചെയ്തതെല്ലാം അബദ്ധമായിപ്പോയി, കഴിഞ്ഞ കാലത്തിന് എന്താക്കും ആക്ഷേപിക്കുന്നു. കാലമെല്ലാം വെറുതെ പോയി, നല്ല നല്ല സമയങ്ങൾ പാഴായിപ്പോയി, താണ സാധനം തിരഞ്ഞെടുത്ത് പോയി എന്നിങ്ങനെ പറഞ്ഞിട്ട് അതല്ല ലബാമത്ത്. എന്നിട്ടോ അപ്പം നന്മയുണ്ടാവും തിന്മയുണ്ടാവും. മുത്തമഇന്നത്തിൽ എന്താ ഉണ്ടാകല്? നന്മക്കാ മുൻതൂക്കം ഉണ്ടാകല്, തിന്മ തീരെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൂടാ. അത് മാസോമിങ്ങൾക്കോ മഹഫൂലിങ്ങൾക്കോ ഉണ്ടാകാം. അപ്പോൾ അമ്പിയാക്കളുടെ അതുപോലെ മഹഫൂലിങ്ങളായ ഔലിയാക്കളുടെ നഫ്സെല്ലാം എന്തായിരിക്കും? മുത്തമഇന്നത്താണ്. അപ്പോൾ മുത്തമഇന്നത്തിനെ മാറ്റി നിർത്താനാണ് എന്ത് മിൻ നഫ്സിഹിൽ അമ്മാറത്തി വല്ലവാമത്തി എന്ന് പറഞ്ഞത്. ഫഇന്നഹു ലം യഅരിഫ് നഫ്സഹു, അപ്പം നഫ്സിൻ്റെ സ്വഭാവം ഇവൻ അറിഞ്ഞിട്ടില്ല എന്നായി. കള്ളനായ ഒരാളെ നല്ലതല്ല മനസ്സിലാക്കിയത്. 15 വൽ മഖാലത്തുൽ ഖാമിസ അശറ അൻ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖൗലാന്ന് ഫീ ഖൗലിഹി തആല ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി, കടലിലും കരയിലും ഫസാദ് പരന്നിരിക്കുന്നു എന്ന് ഒരായത്തുണ്ട്. കടലിലും ഫസാദുണ്ട്, കരയിലുമുണ്ട്. എന്തുകൊണ്ട്? ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യൻ പ്രവർത്തിച്ച കാരണത്തിന് വേണ്ടി എന്നാണ്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളില്ലായിരുന്നുവെങ്കിൽ കടലിലും കരയിലും ഇല്ല, ഫസാദില്ല. അതിന് മൂപ്പർ മാനവീയ ഒരു അർത്ഥം വെക്കുന്നു. എന്താണ്? ഖാല അൽ ബർറു ലഹറൽ ഫസാദ് ഫിൽ ബർരി എന്ന് പറഞ്ഞാൽ എന്താ? ഹുവൽ ലിസാൻ, നാവിലാണ്. വൽ ബഹ്റു എന്ന് പറഞ്ഞാൽ ഹുവൽ ഖൽബു, അപ്പം കൽബിലും ലിസാനിലും ഫസാദ് പരന്നിരിക്കുന്നു എന്നാണ് മൂപ്പർ കൊടുത്ത അർത്ഥം. മറ്റേ അർത്ഥം നിഷേധിച്ചുകൊണ്ടല്ല, അത് അവൻ അത് നിയന്ത്രിക്കാതെ വെച്ചുകൊണ്ട്. ഫൈദ ഫസദൽ ലിസാനു, അതാ ഫസാദ് പരക്കത്തെ രൂപം പറയുന്നതാ. ലിസാൻ ഫസാദായി കഴിഞ്ഞാൽ എങ്ങനെ? ഗീബത്ത്, നമീമത്ത്, അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് ഇല്ലാത്ത പറഞ്ഞിട്ടെല്ലാം കൂടെ എന്താക്കി കുഴപ്പങ്ങളുണ്ടാക്കിയ ബക്കത്ത് അലൈഹിൻ നുഫൂസ്, ബാക്കി എല്ലാ നഫ്സിനും കരയേണ്ടി വരും. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടായിത്തീരുന്നത്. വൈദ ഫസദൽ ഖൽബു, ഖൽബ് ഫസാദായാലോ ബക്കത്ത് അലൈഹിൽ മലായിക്ക, മലായിക്കത്ത് പോലും കരഞ്ഞു പോകുന്ന പറയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫീ തഫ്സീരി ദാലിക, ഈ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ് എന്നതിൻ്റെ തഫ്സീറിൽ, അതിനാ തഫ്സീറുൽ ഇശാരി എന്ന് പറയും. അൽ ബർറു ഹുവൽ ലിസാനു വൽ ബഹ്റു എന്ന് പറഞ്ഞാൽ ഹുവൽ ഖൽബു. ഫൈദാ ഫസദൽ ലിസാനു, നാവ് ഫസാദായാൽ എന്തുകൊണ്ട്? ബിസ്സബ്ബി മസലൻ, ചീത്ത പറയലി മസലൻ. അപ്പോൾ ഗീബത്ത്, നമീമത്ത്, ഏഷണി, ഭീഷണി. ബക്കത്ത് നുഫൂസ് എന്ന് പറഞ്ഞാലോ അൽ അസ്ഹാസു മിൻ ബനി ആദം, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തികൾ കരയേണ്ട സാഹചര്യം ഉണ്ടായിത്തീരും. വൈദ ഫസദൽ ഖൽബു, കൽബ് ഫസാദായി എന്ന് വെക്കാം. ബിദ്ദിയാ, ദിയാ എന്നുള്ളത് മസലൻ. അപ്പോൾ കിബറുണ്ട്, ഹസദുണ്ട്, ഉജുബുണ്ട്, ഹബ്ബുദ്ദുന്യുണ്ട്, ഇങ്ങനെയെല്ലാം കൽബ് ഫസാദാകലേ. എന്നാൽ ബക്കത്ത് അലൈഹിൽ മലായിക്ക, അതിന് വേണ്ടി മലായിക്കത്ത് കരയും. എന്തുകൊണ്ട്? അൽ ഹിക്മത്തു ഫി അന്നൽ ലിസാന വാഹിദുൻ, ലിസാന് ഒന്നേലുള്ളൂ അല്ലേ? അത് തംബീഹുൽ ലിൽ അബ്ദി ഫി അന്നഹു ലാ യംബഗി അൻ യതകല്ലമ ഇല്ലാ ഫീമാ യഹുമ്മുഹു വഫീ ഖൈർ, ഖൈറായ കാര്യങ്ങളിലും ഇവന് അത്യാവശ്യമായി വരുന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഒപ്പം ഒരേ സബ്ജക്റ്റിൽ അത് തടഞ്ഞിടണം എന്നതിലേക്കാണ് നാവ് ഒന്നാകാനുള്ള കാരണം എന്ന് പറയും. വൽ ഹിക്മത്തു അന്നൽ ലിസാന ദാകിറ യകില്ലുൽ ലുഗാത്ത് ബികുല്ലിൽ ലുഗാത്തി കാന ദിക്റുഹുൽ മദ്കൂർ ലിൽ മദ്കൂറിൽ വാഹിദി. ഒരാൾക്കൊരു നാവുണ്ട്, വിവിധങ്ങളായ ഭാഷയിൽ വിവിധങ്ങളായ അദ്കാർ ചൊല്ലി. എന്നാൽ ഇതിൻ്റെ എല്ലാം മദ്കൂർ ആരാണ്? ഒരുവനായ അള്ളാഹു മാത്രമല്ലേ. ദിക്ർ പലതുമാണെങ്കിലും മദ്കൂർ
ഇപ്പം സുബ്ഹാനല്ലാഹി ചൊല്ലിയ തസ്ബീഹും ലില്ലാഹി, അൽഹംദുലില്ലാഹി, അല്ലാഹു അക്ബർ അല്ലേ. വകദാലിക്കൽ ഖൽബു, ഇതുപോലെ തന്നെ കൽബും ഒറ്റ കൽബേലുള്ളൂ. ബിഖിലാഫി നഹവിൽ ഐനി വല്ലുദിനി, കണ്ണ് കാത് തുടങ്ങിയത് ഫൈന്നഹു യതഅദ്ദദു, അതൊന്നിലധികമുണ്ടല്ലോ. ലിഅന്നൽ ഹാജത ഇല സമഇ വൽ ബസരി അക്സറു മിനൽ ഹാജത ഇലൽ കലാം. അപ്പോൾ സമഇലേക്കും ബസറിലേക്കുമുള്ള ഹാജത്ത് കൂടുതലുണ്ട് ഇതിനെ കാണാം, കലാമിലേക്കുള്ള ഹാജത്തിനെ കാണാം. വായും പൊട്ടിയൊന്നും ഉണ്ടാകുന്ന ഇഷ്ടംപോലെ പണിയെടുക്കാല. വൈന്നമാ ശബ്ബഹൽ കൽബ ബിൽ ബഹരി. ഇനി സിദ്ദീഖ് തങ്ങളെ കലാമിൽ എന്തുണ്ട്? ബർറ് ലിസാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഇസ്തിആറത്തുണ്ട്. ഇസ്തിആറ തസ്ബീഹും ബലീഗാന്ന്, രണ്ട് തറഫ് പറഞ്ഞാൽ എന്താ ഉണ്ടായാൽ തസ്ബീഹും ബലീഗ്. അപ്പം ബർറ് ലിസാനാണ് ബഹർ കൽബാണ് എന്ന് പറയുമ്പോൾ തിരിച്ചും പറഞ്ഞൂടെ? എങ്ങനെ? ബർറ് എന്നുള്ളത് കൽബാണ്, ബഹർ എന്നുള്ളത് ലിസാനാണെന്ന്. അതിന് പറയുന്നത് അത് ലിഷിദ്ദത്തി ഒമുക്കിഹി വത്തിസായി, കടൽ എന്നുള്ളത് നാവിനേക്കാണ് വളരെ വിശാലമാണ്. കടലിൽ വമ്പി ചാഴമുണ്ട്, വിശാലതയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം വജുഹുശബഹ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നവരോട് കൽബും ബഹറും തമ്മിലാണ്. അല്ല, പ്രധാനപ്പെട്ട സാധനം പടക്കായ പിന്നെ അതിനല്ലേ അറിയില്ലേ? മറ്റ് മനുഷ്യന്മാർ കരയുമ്പോൾ മലായിക്കത്തിന് കരയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഏറ്റവും ബാധിച്ചത് മാത്രമല്ല, മുന്തിയ സാധനം വകുപ്പ് മാറി താണതിലേക്ക് പോയതിൻ്റെ ആ പ്രയാസം ഉണ്ടാവും മലായിക്കത്തിന്. ഇനി വൽ മക്കാലത്ത് സാദിശാശറ, 16ാമത്തത് എന്താണ്? ഇന്ന ശഹ്വത തുസയ്യിറുൽ മുലൂക അബീദൻ. ഇപ്പം ഇപ്പോൾ അടുത്ത് ഹിക്കിമിൽ ഓതിയിട്ടുണ്ടായി, ഹിക്കിമില്ല അല്ല ഹിയലി. ഷഹവത്ത് എന്നുള്ളത് എന്താക്കും? രാജാക്കന്മാർ അടിമകളാക്കി മാറ്റിക്കളയും. എന്താണ്? ഫഇന്ന മൻ അഹബ്ബ ഷൈഅൻ, ഒരാൾ ഒന്നിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ അതിൻ്റെ അബുദായി മാറി. വസ്സബ്റ, സബ്ർ ആരക്കും? യുസയ്യിറുൽ അബീദ മുലൂക്കൻ, അടിമകളെ രാജാക്കന്മാരാക്കി മാറ്റിക്കളയും. അതിന് ഉദാഹരണം പറയുന്ന ലിഅന്നൽ അബ്ദ ബി സബിരിഹി, അബ്ദ് അവൻ ഇപ്പോഴും സബ്റാണ്. സബറാകുന്ന അവസരത്തെ ജനാലു മാ യുരീദു, അവൻ ഉദ്ദേശിച്ച കാര്യമല്ല, സബർ മുഖേന എന്താക്കുന്നത് വസീലയാക്കിയിട്ട് അതിന് അല്ലാഹ് വക്ക് നേടുന്നുണ്ട്. അലാത്തറ, അതിൻ്റെ ഉദാഹരണം അലാ യസുൽ, തറ എന്ന് പറഞ്ഞാൽ ഈ കണ്ണുകൊണ്ട് കാണൽ എന്നല്ല, നിങ്ങൾ അറിയുന്നില്ലേ എന്നല്ലേ. അപ്പം കൽബിയായ തറയാണത്. കാണുന്നില്ലേ എന്ന് പറഞ്ഞത് മുൻകഴിഞ്ഞ സംഭവം ഇപ്പം കണ്ണുകൊണ്ട് കാണൂലല്ല. അതിനാണ് അലാ യസിലു ഇൽമുക ഇല ഖിസ്സത്തി സയ്യിദിന അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മകനായ, അതാണ് ഒരു കരീം. യാക്കൂബ് ഇസ്ഹാഖ് അല്ലേ, ഇസ്ഹാഖ് രണ്ടാമത്തെ കരീം, മൂന്നാമത്തെ യാക്കൂബ്, നാലാമത്തെ കരീമാരി യൂസുഫ്. അപ്പോൾ അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, 4 തലമുറ കരീമാണ്. അവർക്കെന്ത് ചെയ്തു? കൺസിലിട്ട് കാലം മുതൽ സബൂർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. രാജായി മിസ്ല രാജാവായി മാറി. അല്ല, യൂസുഫ് സിദ്ദീഖ് ഇബ്നു യാക്കൂബ് സബൂർ ഇബ്നു ഇസ്ഹാഖ് അൽ ഹലീം ഇബ്നു ഇബ്രാഹിമുൽ ഖലീൽ അൽ അബ്വാഹ് അലാ നബിയിന വഅലൈഹി മുസ്സലാത്തു വസ്സലാം. സുലൈഖ എന്താക്കി? ഫൈന്നഹ അഹബ്ബത്ത് സയ്യിദന യൂസഫ് അലൈഹി ഇസ്ലാമിനെ സ്നേഹിച്ച് നിഹായത്തൽ ഹബ്ബ് വഹുവ യസ്ബിറു അലാ മക്രിഹ വാദിയത്തിഹ. ആ പെണ്ണുങ്ങളെ വക്കുന്നുണ്ടാകുന്ന എല്ലാ ചതിയും ക്ലേശങ്ങളും മൂപ്പർ സബൂർ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് ആരായി? രാജാവായി മാറി. സുലൈഖക്ക് ആ പദവി കിട്ടിയില്ലല്ലോ. സുലൈഖ ആദ്യമായിരുന്നു രാജ്ഞിയല്ലേ. ഇനി 17 തൂബാ ലിമൻ കാന അഖലുഹു അമീറൻ വഹവാഹു അസീറാൻ. ഒരാൾക്ക് അക്കലുണ്ട്, ഹവയുണ്ട്. അത് മനുഷ്യനെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 2 ശക്തിയാണ്. ഒന്ന് അക്കല്, ഒന്ന് തടിയവ.
തടി ഹവാക്ക് എന്ത് വേണം? അപ്പോൾ കിട്ടുന്ന സുഖമല്ലാതെ അതിന് പിന്നാമ്പുറത്ത് നോക്കലില്ല. ഇതിനെക്കൊണ്ട് വല്ല ദോഷങ്ങളോ രോഗങ്ങളോ മറ്റു സൈഡ് എഫക്റ്റോ അതൊന്നും ഇപ്പം നോക്കൂല. ഗസാലി ഇമാം ഉദാഹരണം പറഞ്ഞ്, എന്താ, ഒരാൾ ആസ്പത്രിയിൽ പോയപ്പം വലിയൊരു ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ ചെയ്യുമ്പം വേദനിക്കും എന്നതേ ആര് നോക്കുന്നുള്ളൂ? ഹവ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് വേദനിക്കുന്നുണ്ട്, എന്ത് വേണ്ട? ഇഞ്ചക്ഷൻ വേണ്ട. ആക്കിൽ ചെയ്തോടാ, അല്പസമയം വേദനിച്ചാലും എന്തുണ്ട്, അതിൻ്റെ പിന്നാലെ മരുന്ന് കയറുമ്പോൾ നിന്റെ രോഗത്തിന് ശമനം കിട്ടുമെന്ന് ആര് പറഞ്ഞു കൊടുക്കും? ആക്കിൽ പറഞ്ഞു കൊടുക്കും. ആക്കലും ഈ ഹവയും തമ്മിൽ എപ്പോഴും ഫൈറ്റിംഗ് ആണ്. അപ്പോൾ കാണുന്ന വേദന ആര് നോക്കുന്നുള്ളൂ? തടി ഹവ നോക്കുന്നുള്ളൂ. അവൻ വേദന സഹിച്ച കലകാലം സഹിച്ച നിരക്കുള്ള ഇപ്പോഴും കുത്തുന്ന വേദന വേണ്ടെന്ന് പറയും. താൽക്കാലിക സുഖമാണ് അവൻ നോക്കുക. അപ്പോൾ ഇവിടെ എന്താക്കണം? ആക്കിൽ അമീറാകണം, ഹവ എന്താക്കണം? ജയിൽ പുള്ളിയാകണം, തടഞ്ഞിടണം. എന്നാൽ അവൻ എല്ലാ മംഗളാശംസകളും നൽകുന്നു. വവൈലുൽ ലിമൻ കാന ഹവാഹു അമീറൻ വഅഖലുഹു അസീറ. തടി ഹവ അമീറായി മാറുകയും ആക്കല് തടവുള്ളിയായി മാറുകയും ചെയ്താൽ അവനിക്കെല്ലാം നാശവും കരസ്ഥനുമായി. അപ്പോൾ ഓരോന്നിലും നമ്മളെന്താക്കണം? അക്കലാണോ അക്കലാണോ ഹവയാണോ ഇവിടെ മുന്തി നിൽക്കുന്നത് നോക്കിക്കൂടാ. എന്താ തൂബ എന്ന് പറഞ്ഞാൽ അൽ ഖൈറുൽ കസീർ, ധാരാളം ഖൈർ. ലിമൻ കാന അക്കലുഹു അമീറൻ, അക്കല് അമീറായി മാറി. അതെങ്ങനെ? ബി അൻ യഖ്തദിയ ബി മുറാദി അക്കലിഹിൽ കാമിൽ, ഇവൻ്റെ കാമിലായ അക്കലിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ട് ഹവ വൈപ്പെട്ടു. അതിന് ആ കാമിൽ നിന്ന് ചെയ്തു കൊടുക്കുന്ന അക്കലിനെ എന്താക്കും? വേറെ കാര്യങ്ങളെല്ലാം വന്നു ചേർന്നിട്ട് അക്കലിൻ്റെ പവർ കുറച്ച് കളയും. അതിൽപ്പെട്ടാണ് മദ്യപാനം, അതിൽപ്പെട്ടാണ് ഒന്നിനോടുള്ള അമിതമായ പേടി, എല്ലാം അമിതമായ മഹബത്ത്, അമിതമായ വിരോധം. ഇതെല്ലാം എന്താക്കും? അക്കലിൻ്റെ ചിന്താഗതിക്ക് അതിൻ്റേതായ പ്രസരിപ്പിന് തടസ്സം നിൽക്കും. അപ്പം തീരുമാനം എടുക്കുമ്പോൾ ഇത് കലരും. ഒന്നെങ്കിൽ അമിതമായ സ്നേഹം കലരും, അപ്പം നീതി പോയി. അല്ലെങ്കിലോ അമിതമായ ഭയപ്പാടുണ്ടാക്കും, അവിടെയും നീതികേട് വരും. പേടിച്ചിട്ട് അങ്ങനെയാക്കിയെന്ന് പറയല്ല. അപ്പോൾ കാമിൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധനം, മദ്യപാനമോ അല്ല മറ്റു വികാരങ്ങളോ കീഴടക്കാത്ത അക്കല്. ആ അക്കലെന്താക്കും? ഇവന് നിർദ്ദേശം കൊടുക്കും. ആ നിർദ്ദേശത്തിനനുസരിച്ചിട്ട് തടി ഹവ വൈപ്പെടണം. എന്നാൽ തടി എന്തായി? തൂബ. ഹവ എന്ന് പറഞ്ഞാൽ മയലാനു നഫ്സിഹി ഇലാ മാ ലാ തസ്തഹി മിൻ ഗൈരി ദാഇയത്തി ശറഈ. അല്ല, ശറഇൻ്റെ പ്രേരണയില്ലാതെ കണ്ട് എന്താക്കുന്ന എന്തെല്ലോ ഉള്ള താല്പര്യങ്ങളിലേക്ക് ചാരാണ് തടി ഹവാൻ്റെ സ്വഭാവം ഉണ്ടാകുക. അസീറൻ ഐ മംനൂഅൻ മിൻ ദാലിക്, അതിൻ്റെ സ്വയം പ്രവർത്തനത്തിനെ തൊട്ടെന്താക്കണം? ആക്കിൽ അവനെ ജയിലിലാക്കണം. വൈലുൻ, വൈലെന്ന് പറഞ്ഞാൽ എന്താ? ഹലാക്കുൻ ഷദീദുൻ, കഠിനമായ ഹലാക്കുണ്ട്. ലിമൻ കാന ഹവാഹു അമീറൻ, തടി ഹവ അമീറായി. അതെങ്ങനെ? ബി അൻ അർസലഹ ഇലാ മുഷ്തഹയാത്തിഹ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്കെല്ലാം എന്നായിക്കോട്ടെ എന്നുണ്ടെന്താക്കാൻ കാര്യൂരി അങ്ങ് വിട്ടു. അക്കലുഹു അസീറൻ, അപ്പോൾ അക്കലാരായി? ജയിൽ പുള്ളിയായി. മംനു മിൻ നഹ്വി തഫക്കുരി ഫി നിഅമില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു തആലാന്റെ നിഅമത്തുകളെക്കുറിച്ച് ചിന്തിക്കുവാനോ വഫി അളമത്തിഹി, അള്ളാഹുവിൻ്റെ അളമത്തിനെ കുറിച്ച് ചിന്തിക്കുവാനോ അക്കലിന് സാധിക്കൂല. ഇനി വക്കീല മൻ തറക്കൽ ദുനൂബ റക്ക കൽബുഹു, ദുനൂബുകൾ ഒഴിച്ചുകൊണ്ടിരുന്നാൽ എന്താക്കും? കൽബിൻ നല്ല റിക്കത്ത് വരും. കൽബിൻ്റെ കസാബത്ത് പോയിട്ട് റഖീഖായ കൽബായി മാറും. വമൻ അക്കലൽ ഹലാല, ഹലാല് മാത്രമേ തിന്നുള്ളൂ എന്ന് തീരുമാനിച്ചാലോ സഫത്ത് ഫിക്റത്തുഹു, അവൻ്റെ ഫിക്ർ തെളിഞ്ഞു വരും. അതായത് പറയുന്നത് വൽ മക്കാല താമിന അഷറാക്കില മൻ തറക്കൽ ദുനൂബ റക്ക കൽബുഹു. അപ്പോൾ കൽബ് റഖീഖാകുമ്പോൾ ഫയക്ക് ബലുൻ നസീഹത്ത, ആരെങ്കിലും നല്ലൊരു നസീഹത്ത് പറഞ്ഞാൽ അതപ്പം തന്നെ സ്വീകരിക്കും. വയഖ്ശഉ ലഹ, ആ നസീഹത്തിന് വേണ്ടി ഇവൻ കീഴ്പ്പെടുകയും ചെയ്യും. വമൻ തറക്കൽ ഹറാമ, ഹറാമിനെ ഉപേക്ഷിച്ചു. എന്തിന്? ഫിൽ മത്ഊമി വൽ മൽബൂസി വഗൈരിഹിമ, വസ്ത്രം അതുപോലെ തന്നെ ഭക്ഷണം
മറ്റുള്ള കാര്യങ്ങളിൽ ഹറാമിനെ വർദ്ധിച്ചു. വാക്കലൽ ഹലാല, ഹലാല് മാത്രമേ തിന്നൂ എന്ന് പറഞ്ഞാൽ വെറും തിന്നലല്ല ഉദ്ദേശിക്കുന്നത്, അത് ഇസ്തേമാലാണ്. ലാ തഅകുലു റിബ എന്ന് പറഞ്ഞാൽ പലിശ തിന്നൽ എന്നല്ലല്ലോ ഉദ്ദേശം. നമ്മൾ പണ്ട് തൻബീറുൽ അദ്ഹാൻ ഇടയ്ക്കേ പറയുമല്ലോ, ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമ, യതീം മക്കളുടെ മുതൽ തിന്നലെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? എന്നാൽ പിന്നെ കുടിക്കൽ പറ്റുമെന്ന് വരൂലേ? അതെ. സഫത്ത് ഫിക്റത്തുഹു അലാ മസ്നൂആത്തില്ലാഹി തആല, അല്ലാഹു തആലാൻ്റെ സൃഷ്ടിച്ചു വെച്ച മസ്നൂആത്തുണ്ട് ലോകം മുഴുവനും, എല്ലാം തിങ്ങി നിറച്ചിട്ടാക്കുന്നു. ഒരു കമ്പനിയുടെ ഡിസ്പ്ലേ ഉണ്ടാവുമല്ലോ, ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവനും കാണിക്കുന്നത് പോലെ അള്ളാഹു ഈ ആലമുൽ മുൽക്കിലുണ്ടാക്കിയ ഡിസ്പ്ലേ അത് കാണുന്ന എല്ലാം തന്നെ. എങ്ങോട്ട് നോക്കിയാൽ അതല്ലാത്ത സാധനം ഇല്ലല്ലോ. കടൽ കണ്ടാലും കര കണ്ടാലും കടലിൻ്റെ ഉള്ളിലുണ്ട കണ്ടാലും ആകാശം കണ്ടാലും ആകാശത്തിനുള്ളിലെ കണ്ടാലും എല്ലാം അള്ളാഹുവിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. ഇത് തഫക്കുർ ചെയ്യുമ്പോൾ അദ്ദാലത്തല ഹിയാഇല്ലാഹി തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൽഖ് അല്ലെങ്കിൽ ജീവിപ്പിച്ചു കൊണ്ടുപോയാണ് ബഅദൽ മൗത്ത്, ആദ്യം ഇല്ലാത്തതാണല്ലോ. അപ്പോൾ തക്ഫുറൂൻ ആയത്തില്ലേ, കൈഫ തക്ഫുറൂന ബില്ലാഹി, അൽ ബഖറയിലെ കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ, നിങ്ങൾ അംവാത്താണ്. അംവാത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം ജീവനുണ്ടായിട്ട് വെച്ചോറ് എന്നല്ല. അംവാത്തിന് രണ്ടർത്ഥമുണ്ട്. തീരെ മൗജൂദല്ലാത്ത സാധനം, അത് വകുൻതും അംവാതൻ, നിങ്ങൾ ലാശൈ ആണ്, ഒരു സാധനവുമില്ല. എന്നിട്ടോ അല്ലാഹു തആല നിങ്ങൾക്ക് എന്താക്കുന്നുണ്ട്? ആദ്യം തന്നെ വുജൂദ് നൽകി, വുജൂദിൻ്റെ അപ്പുറം ഓരോന്ന് നൽകിയിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചെറിയ നൂപ്പർ പറയുന്നതാ വഅല വഹദതിഹി തആല വ ഖുദ്റതിഹി വ ഇൽമിഹി, അള്ളാഹുവിൻ്റെ ഏകത്വം, അള്ളാഹു സ്വന്തമാണല്ലോ ഇത് പ്രവർത്തിക്കുന്നത്. ആരെയും തന്നെ ഒരു പണിക്കാരെയോ ഒരു മേശ പൊന്തിക്കണമെങ്കിൽ നമുക്ക് രണ്ടാളെ കൂടെ ഉണ്ടാകുന്നില്ല. ഇത്ര കാര്യമെല്ലാം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റക്കെന്നാണ് പറയുന്നത്. വലം യഅ്ജബി ഖൽഖിഹിന്ന, ഇതൊക്കെ പടച്ച് പരിപാലിച്ചിട്ട് ഒരു ക്ഷീണവും ഇവിടെ എനിക്ക് ബാധിച്ചിട്ടില്ല എന്നല്ല പറയുന്നു. വഖുദ്റതിഹി വ ഇൽമിഹി, അള്ളാഹിൻ്റെ ഇൽമ് ഖുദ്റത്തിനോട് അറിയിക്കുന്നുണ്ട്. വദാലിക, നമുക്ക് ബി അൻ തഅമ്മല ബി ഫിക്രിഹി, ഇവൻ്റെ ഫിക്ർ കൊണ്ടെന്താക്കണം, എനിക്ക് ആലോചിക്കണം. വതദബ്ബറ ബി അഖലിഹി, അഖൽ കൊണ്ട് തദബ്ബർ ചെയ്യുക. അന്നല്ലാഹ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഫിർ റഹ്മി, ഗർഭാശയത്തിൽ നിക്ഷേപിച്ച ഒരു നുത്ഫത്താണല്ലോ നിൻ്റെ തുടക്കം, അതിൽ നിന്നാണല്ലോ നിനക്ക് ജന്മം നൽകിയത് എന്നാദ്യം ചിന്തിക്കാൻ തുടങ്ങുക. എന്നിട്ട് എന്തുണ്ടായി? ഫജഅലഹ അലക്കത്തൻ, പിന്നെ അലക്കത്താക്കി മാറ്റി. 40 ദിവസം കഴിഞ്ഞിട്ട് ആരും പങ്കെടുത്തിട്ടില്ല അവിടെ, ഉമ്മയും പങ്കെടുത്തിട്ടില്ല, ഉപ്പയും പങ്കെടുത്തിട്ടില്ല, വേറെ പണിക്കാറുമില്ല. സുമ്മ മുലകത്തൻ, പിന്നെ മുലകത്താക്കി മാറ്റി, അതല്ലേ. സുമ്മ ഖലഖ മിൻഹാ ലഹമൻ, പിന്നെ അതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എല്ലുകൾ വേറെ ഉണ്ടാക്കി. ലഹമൻ വ അദ്മൻ, എല്ലുകൾ വേറെ ഉണ്ടാക്കി, മാംസം വേറെ ഉണ്ടാക്കി, എല്ലുകൾ ഉണ്ടാക്കി, ഇങ്ങനെ ഓരോ കഷ്ണമായിട്ട് ചേർത്ത് അവിടെ വെച്ചിട്ട് ഇങ്ങനെല്ലാം ജോയിൻ്റ് ആക്കിയത്. അതൊന്നും അനങ്ങിപ്പോയി ക്രമേളം തെറ്റി എല്ലാം ചിന്നിച്ചെതറും. അതാ അതിൻ്റെ സിലിണ്ടറും സോക്കറ്റും ചേർത്തിട്ട് ഇങ്ങനെ ഒരു ജീർണിച്ച ശരീരം അനക്കാണ്ട് വെച്ചിട്ട് നോക്കിയിട്ട് ഇങ്ങനെ, ഇതെല്ലാം ആദ്യം തുടക്കണ്ടായിന്ന്. ഈ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ഒരു സിലിണ്ടറുണ്ട്, സോക്കറ്റുണ്ട്, അത് വളരെ കറക്റ്റായിരിക്കും. അത് ഈ സോക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ കവറല്ലേ, അതിൽ കൊള്ളാത്ത സാധനമാണെങ്കിൽ ഇത് കറങ്ങൂലല്ല, ഇത് കടുപ്പം പിടിച്ചിട്ട് തുറക്കാൻ കിട്ടൂലല്ല. ലേശം ലൂസ് കൊടുത്തു കഴിഞ്ഞാലോ ഇതിങ്ങനെ ആടിക്കളിക്കുകയും ചെയ്യൂലേ. അതെ. വഉറൂഖൻ, അതിൽ നിന്നുണ്ടാക്കി ഞരമ്പുകൾ ഉണ്ടാക്കി. വഅസാബൻ, നാഡി ഞരമ്പുകൾ, അതായത് രക്തം ഓട്ടുന്ന ഞരമ്പ് പറയുന്നുണ്ട്. അത് ഈ ഡോക്ടർമാരെ ചിത്രം തൂക്കുന്നില്ലേ, ഈ മറ്റേ ഓർത്തോൻ്റെ ഡോക്ടർമാർക്കല്ലോ, ഇറച്ചി പറയുന്നുണ്ട്. ഇറച്ചിൻ്റെ ഉള്ളിൽ ചെറിയ ഞരമ്പുകൾ, അതല്ല അവസാനം പറയുന്നത്. അത് അകാല സ്ഥലത്തേക്ക് ഓടിയെത്തുന്നത് കൊണ്ടല്ലേ അവിടെ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഷുഊറെത്തുന്നത്. ഇത് പൈപ്പാണ്, കുഴലാന്ന്. ഈ കുടൽ എന്ന് പറഞ്ഞാൽ ഈ കുടൽ കഴിഞ്ഞാൽ ഈ അതിൻ്റെ ഉള്ളിൽ ഇതിന് ഭിത്തിക്ക് എത്ര വണ്ണം ഉണ്ടാകും നിൽക്കുന്നു, അല്ല ഒതുങ്ങണ്ടേ, എന്നിട്ട് അതിൽ കൂടെ രക്തം ഓടണ്ടേ. അപ്പം
തടിച്ച രക്തം പോകേണ്ട സ്ഥലത്ത് വീതി കൂടിയതായിരിക്കും, നേരെ രക്തം പോകേണ്ട സ്ഥലത്ത് അത് കുടുങ്ങിയതായിരിക്കും. അതുകൊണ്ടല്ലേ ബ്ലോക്ക് വരുന്നത്. കട്ടി കൂടിക്കഴിഞ്ഞാൽ ഈ നേരെ നരമ്പിലേക്ക് കൂടി പോകില്ലല്ല. ഇതിലെന്തൊരു ക്രമീകരണം. ഈ നുത്തഫത്തിൽ നിന്ന് ഇതെല്ലാം ഓരി വെച്ചെടുത്ത് നിന്ന് ആസാബ് എന്നിട്ടോ അതൊക്കെ നിരത്തി വെച്ചിട്ട് ഫക്കസൗനുള്ള ഇലാമ ലഹമ്മ, അതിനെന്താക്കി ജോയിൻ്റ് ആക്കിയിട്ട് ലഹം പറഞ്ഞ് പൊതിഞ്ഞിട്ട് അതിനെ കെട്ടി വലിച്ചിട്ട് എന്താക്കി ബന്ധാക്കി ഞരമ്പ് ജോയിൻ്റ് വിട്ടു പോകാൻ. എത്ര വില വെയിറ്റ് തൂക്കിയാലും ഇന്ന് ഈ ജോയിൻ്റ് വീണുന്നില്ലല്ല. ബസർ അള്ളാഹ് ഇതെല്ലാം വേർതിരിച്ച് അതിൽ നിന്ന് ഓഹരി വെച്ചില്ല. ആരാണ് ഇതിൻ്റെ കൂടെ പണിയെടുത്തത്? ഈ ഗർഭാശയത്തിലേക്ക് ആര് ചെന്നു? ഒറ്റൊന്നാണെങ്കിൽ തന്നെ അത്ഭുതം. ഇങ്ങനത്തെ എത്ര ആയിരങ്ങൾ, എത്ര ഹൈവാനാത്തിന്. ആനയിലേക്ക് നോക്ക്, ഉറുമ്പിലേക്ക് നോക്ക്. ഉറുമ്പിന് പിന്നെ മറ്റൊരു ശൈലി, ചിലത് മുട്ട ഇടുന്നത്, ചിലതെന്താക്കുന്നത് പ്രസവിക്കുന്നത്. ഇപ്പം നമ്മൾ കോഴിമുട്ട എടുത്ത് നോക്കിയാൽ മതിയല്ല. കോഴിമുട്ട എടുത്ത് നോക്കിയാൽ ആമ്പളിച്ചോ മറ്റെന്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഈ ചിറകോ കൊക്കോ കാലോ ഒന്നും കാണാനില്ലല്ല. ഉണ്ടോ സമയത്ത്? ഇതെന്താക്കുന്ന അടക്കി വെച്ച് ഒരു നിലവക്കിൽ ഉമ്മിയില്ല വെച്ചിട്ട് അതിൻ്റെ നമ്മൾ കോഴി കയറി നിന്നിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉണ്ടാവും തോട് പൊട്ടിയിട്ട് അതിൽ നിന്ന് കോഴി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഓടുന്നു. അപ്പോൾ ഇതെഴുതാ കൊക്ക് വന്ന് ഇതെങ്ങനെ ഇങ്ങനത്തെ കാല് വന്ന്, എങ്ങനെ ചിറക് വന്ന്, എങ്ങനെ കണ്ണ് വന്ന്, എങ്ങനെ ശബ്ദം വന്നു, ഇതിങ്ങനെ ഓടിച്ചാടിപ്പായെന്ന്. ഇതെന്താ തൊട്ടടുത്ത ഒരു ദിവസം ഒരു ലഹളം 9 ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നാൾ കണ്ടുകൊണ്ടുണ്ട് പച്ചിനെ പോയിട്ടൊന്നും ഒരാളെ നമ്മൾ കാണാൻ പോയിന്. ചെറിയ തത്തനെ പോലത്തെ പക്ഷി അയാളെ ഞാൻ കൂടാരുണ്ടാക്കിയിട്ട് ഈ വേലിയെല്ലാം വലയെല്ലാം കെട്ടിയിട്ട് അതിനുള്ളിൽ ഒരു പക്ഷിക്ക് അല്ലാഹു തആല കൊടുത്ത അതിൻ്റെ ഉടുപ്പുണ്ടല്ലോ, അതിൻ്റെ തൂവലിൻ്റെ ഭംഗി, എന്തെല്ലാം ജാതി കളറാണ് അല്ലാഹു തആല ആ ജീവിക്ക് കൊടുത്തത്. ചെറിയൊരു പക്ഷി. ആ പക്ഷിക്ക് ഇങ്ങനെ കൈ കാട്ടാൻ നമ്മൾ കഴിയുമ്പോൾ വന്നിരിക്കും, അതിനൊരു പേടിയും ഇല്ല. എന്തും കൊടുത്താൽ തിന്നുകയും ചെയ്യും. നമുക്ക് നല്ലോണം ഇണങ്ങുന്ന പക്ഷി. ആ നോട്ടത്തിൽ തന്നെ ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തിന്നാൻ പറ്റുന്ന സാധനം ഉടനെ പറന്നു പോയി തിന്നിട്ടിങ്ങി വരും. ഒരാളുടെ അജായിബന്നല്ലേ. അങ്ങനെ പല ഇനങ്ങൾ പക്ഷി. പിന്നെ കടലിലേക്ക് നോക്കി എന്തെല്ലാം ഉണ്ട്. ഈ കൗതുക വസ്തുക്കളായിട്ട് പോറ്റി വളർത്തുന്ന പല വസ്തുക്കളില്ലേ കേട്ടോ. ഇത് മൂപ്പർ ചുരുക്കിയിട്ടാണ് പറയുന്നത്. സുമ്മ സഹലൽ ഖുറൂജലിൽ ജനീനി, ആ ഗർഭാശയത്തിൽ കിടക്കുന്ന കൂട്ടിനെന്താക്കണം അല്ലാഹു തആല പുറത്താക്കിയെന്ന്. അവിടെ ഇങ്ങനെ 3 മടക്കായുള്ളത്, ഇവിടുന്നൊരു മടക്ക് ഇവിടുന്നൊരു മടക്ക്, ഇങ്ങനെയല്ലേ കിടക്കുന്നത്. അത് പുറത്താക്കി. മീൻ ബാത്തിനി ഉമ്മിഹി, ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് ആ ഗർഭാശയത്തിൽ നിന്ന് അല്ലാഹു തആല പുറത്തിറക്കി പ്രസവിപ്പിച്ചു. ഇനിയോ അൽഹമഹുൽ ഇതിന് വിശക്കും, ഭക്ഷണം കഴിക്കണ്ടേ, അവ പാല് കുടിക്കണം. ഈ പാൽ എവിടെ ഉണ്ടെന്ന് ആ കുട്ടിക്ക് ആരാ തോന്നിപ്പിച്ചത്, ഇൽഹാമാക്കിയത്? ഉമ്മാരെ മുലപ്പാലിലാണ്, മലയിലാണ് നിൻ്റെ ഭക്ഷണമുള്ളത് എന്ന് അതിന് ഇൽഹാമാക്കിയതാണ്. മുമ്പ് വേഗം ചുരുക്കി കളഞ്ഞത്. വജഅലഹു ഫി അവ്വലിൽ അംരി ബിലാ അസ്നാനിൻ, പ്രസവിച്ച തുടക്കത്തിലാണെങ്കിൽ പല്ലുകളൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മുല കുടിക്കുമ്പോൾ ചിലപ്പോൾ കടിച്ചേക്കണ്ട, ഉമ്മാക്ക് വേദനിപ്പിക്കുന്നേറ്റ്. സുമ്മ അമ്പത്തലഹുൽ അസ്നാൻ, പിന്നെ പല്ലുകൾ അല്ലാഹു തആല മുളപ്പിച്ചു. അപ്പം അസമയത്ത് ലഘുവായ സാധനങ്ങളെ തിന്നുണ്ടുള്ളൂ, അതിനൊക്കെ ലഘുവായ പല്ല്. സുമ്മ അസ്കത്തഹ, പിന്നെന്താക്കി നിറയോ വാസാലഹ ഇന്ത സബീഅസിനീൻ, 7 വയസ്സാകുന്ന സമയത്ത് ആ പഴയ പല്ലെല്ലാം കൊഴിച്ചിട്ട് പുതിയ കൊടുക്കാനാവുന്നു. ഈ പുതിയ പല്ല് ഇവിടുന്ന് വന്നു. ഈ മോണ പൊളിച്ചു നോക്കി ആ പല്ലാടെ കാണാനില്ലല്ലോ. സുമ്മ എന്താ ആദഹ മറത്തൻ ഉഖറ, 2ാം തവണ വീണ്ടും പല്ല് കൊടുത്തു. വജഅലല്ലാഹു തആല അഹ്വാലൽ അബ്ദി, ഇനിയോ ഒരു അബ്ദിൻ്റെ അഹ്വാൽ മുതഗയ്യിറ, മാറിക്കൊണ്ടിരിക്കുന്നു. മീൻ സിഗറിൻ ഇലാ കിബരിൻ, ചെറിയ പ്രായത്തിൽ നിന്ന് സിഗർ, ചെറിയ കുട്ടിപ്രായം, അത് വളർന്ന് വന്നുണ്ടാക്കുന്നുണ്ട്. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ഹീനിലും മാറ്റങ്ങളാണ്. ഒരവസരത്തിൽ പെട്ടെന്നല്ല മാറ്റമല്ലല്ലോ. വമിൻ ശബാബിൻ ഇലാ ഹറമിൻ, യുവത്വത്തിൽ നിന്ന് അവിടത്തേക്ക് പ്രായാധിക്യത്തിലേക്ക് പോകുന്നു. വമിൻ സിഹത്തിൻ ഇലാ സുഖമിൻ, ആരോഗ്യം ഒരവസരത്തിലുണ്ടെങ്കിൽ അനാരോഗ്യം മറ്റൊരവസരത്തിലുണ്ട്.
വജഅലൽ അബ്ദ കുല്ല യൗമിൻ യനാമു വസ്തൈഖിദു. അബ്ദ് എന്താക്കുന്നുണ്ട്? എല്ലാ ദിവസത്തിലും ഉറങ്ങുന്നുണ്ട്, ഉണരുന്നുണ്ട്. ഉറക്കിൻ്റെ അവസ്ഥയല്ല ഉണർച്ചൻ്റെ അവസ്ഥ, രണ്ടും രണ്ടല്ലേ. വകദാലിക ശുഊറുഹു അൽഫറു. ഇനി നോക്ക് അവൻ്റെ നഖങ്ങൾ, മുടികൾ നോക്ക്. കുല്ലമാ സകത മിന്നാ റജഅ ഇലാ മാ കാന. അത് കൊഴിഞ്ഞു പോകും തോറും ഉണ്ടാകും പൂർവ്വ സ്ഥലത്തേക്ക് വീണ്ടും മുളച്ചു വരുന്നുണ്ട്. ഇതിന് മരണപ്പുറം ഉണ്ടാവോ നോക്കിയാൽ. വകദാലിക്കൽ ലൈലു വന്നഹാർ. ഇതുപോലെ രാവും പകലും നോക്ക്. യതനാവബാനി. ഒന്ന് പോകുമ്പോൾ മറ്റേത് വരുന്നു, ഒന്ന് പോകുമ്പോൾ മറ്റേത് വരുന്നു. ഇപ്പം പകൽ പോകാൻ പോകുന്നു, പിന്നെന്താക്കും? രാത്രി വരും. കുല്ലമാ ദഹബ അഹദുഹുമാ ജാഅ അൽ-ആഖർ. വകദാലിക ശംസു വൽ ഖമറു വൻ നുജൂമു വസ്സഹാബു വൽ മത്തർ. ഇനി നോക്ക്, ശംസുണ്ട്, ഖമറുണ്ട്, രണ്ടും സഞ്ചരിക്കുന്നുണ്ട്. സഞ്ചാരത്തിൻ്റെ നിശ്ചിത എങ്ങനെയാണ്? രണ്ടും ഒരേ വേഗതയല്ലല്ലോ. 12 ഇരട്ടി കൂടുതൽ സഞ്ചാര സ്പീഡെന്നായിരിക്കും ചന്ദ്രന്. സൂര്യന് ഒരു പോയിന്റ് തുടങ്ങിയിട്ട് മറ്റേ പോയിന്റിലേക്ക് ഇങ്ങനെ ഒരു റൗണ്ട് പൂർത്തിയാക്കി വരുമ്പോഴേക്ക് ചന്ദ്രൻ 12 വട്ടം കറങ്ങി വന്നിട്ടുണ്ടല്ലോ അല്ലേ? അതുപോലെ സഹാബ്, മേഘം, നക്ഷത്രങ്ങൾ, ചൂട്, തണുപ്പ്, കുല്ലുഹ തജീഉ വതദ്ഹബു, വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വകദാലിക്കൽ ഖമറു യൻമഹികു കുല്ല ഷഹരിൻ. എല്ലാ മാസത്തിലും ചന്ദ്രൻ എന്താക്കും? വളരെ നേരെ കോലത്തിൽ ഇങ്ങനെ ഒരു രേഖ മാത്രമാകും. ഓരോ ദിവസം കഴിയുന്നതോടെ എന്താക്കും? അതിങ്ങനെ കൂടി 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 വന്നിട്ട് 14 പൂർണ്ണ വട്ടൊത്ത് അതിൻ്റെ ദൗറ് പൂർത്തിയായി. അടുത്ത ദിവസം മുതൽ ആ താഴ്ന്ന മൈന്ന് ഇങ്ങനെ അടിന മയ തുടങ്ങുന്നു. സുമ്മ യത്തക്കാമലും പിന്നീട് പൂർത്തിയാക്കും. സുമ്മ ജന്മഹിക്കും പിന്നീട് എന്താക്കും? ചുരുങ്ങി വരും. വകദാലിക്കൽ ഖുസൂഫുൽ ഇശംസി വൽ ഖമർ. സൂര്യനും ചന്ദ്രനും ഇവിടെ പ്രകാശിക്കുന്ന സാധനം ഖുസൂഫ് വന്നാൽ ഹൈസു യദ്ഹബുൽ ലൗഉ മിൻഹുമാ. രണ്ടിൻ്റെയും പ്രകാശം മങ്ങിപ്പോയി, ഒന്നൊന്നിനെ മറട്ടിട്ട് മങ്ങി. ഫതഊലു പിന്നെന്താക്കും? മടങ്ങി വരും. വകദാലിക്കൽ അർളു. ഇങ്ങനെ തന്നെ ഭൂമി നോക്ക്. തകൂനു യാബിസതൻ. ഉണങ്ങി വരണ്ടിട്ട് ഇപ്പം കിടക്കുന്നു. എന്നിട്ടോ സുമ്മ യുംബിത്തുല്ലാഹു ഫിഹൻ നബാത്ത്. അതിലെന്താക്കും? നബാത്തിനെ അല്ലാഹു തആല മുളപ്പിക്കുകയാണ്. സുമ്മ യദ്ഹബു മിൻഹാ. പിന്നെ ആ നബാത്ത് നഷ്ടപ്പെട്ടു. ഫതഊലു യാബിസതൻ. പിന്നെ ഇതും ഉണങ്ങിപ്പോയി. സുമ്മ തമ്പുത്തു മറത്തൻ ഉഖ്റ. പിന്നെ മറ്റു തവണ അത് വീണ്ടും മുളക്കുന്നുണ്ട്. അപ്പം ഒട്ടാകം എന്താന്ന്? ഫല്ലദീ ഖദുറ അലാ ദാലിക കുല്ലിഹി. ഈ പറയപ്പെട്ടതിനൊക്കെ കഴിവുള്ള ഒരുത്തൻ ഖാദിറുൻ അലാ ഇഹ്യാഇൽ മൗത. മരിച്ചവരെ ഹയാത്താക്കാൻ കഴിവുണ്ട് എന്നതിനൊക്കെ പാഠം നൽകുന്നുണ്ട്. അതാണ് ഇസ്ലാമിൻ്റെ ഉസൂലിലേക്ക് എത്തിയത്. ഹിജാഉൽ മൗത എന്നുള്ളത് ഇപ്പോഴുള്ള ഉസൂലല്ലല്ലോ. അള്ളാഹുവിൻ്റെ ശരീഅത്ത് ഇറങ്ങിയ കാലം മുതലേ അഖീദയിൽ ഏതുണ്ട്? മെച്ചാള ഹയാത്താക്കലും ആഖിറവും ഖബറും മഹ്ശറും എല്ലാം ഉണ്ടല്ലോ. ലബഅദ ഫനാഇഹിം ഫിൽ അർളി. ഭൂമിയിൽ ചിലപ്പോൾ എന്താക്കും? ദ്രവിച്ച് ഫനാകായിട്ടുണ്ടാവും. എന്നാലും അതിൽ നിന്ന് ഒരു പുതിയ ജീവിയെ ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ് എന്നുള്ള വ്യക്തമായ അറിവുണ്ട്. അലൈസ ദാലിക ഖാദിറുൻ അലാ അൻ യുഹ്യിയൽ മൗത. അതുകൊണ്ട് ഫഅലൽ അബ്ദി അൻ യുക്സിറൽ ഫിക്ര ഫീ ദാലിക്. ഈ വിഷയത്തിൽ അവനെന്താക്കണം? ഫിക്ർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ മേഖല എടുത്താൽ മതി. ഓരോ ദിവസം ഒന്നെടുത്താൽ തന്നെ തീരുമോ? ഒരിക്കൽ മത്സ്യം എടുക്കുക, ഒരിക്കൽ മാംസം എടുക്കുക, ഒരിക്കൽ ആട് മാംസം എടുക്കുക, ഒരിക്കൽ പോത്തിറച്ചി എടുക്കുക, ഒരിക്കൽ കൊയ്യിറച്ചി എടുക്കുക, ഒരിക്കൽ പച്ചക്കറി എടുക്കുക, ഒരിക്കൽ ഫ്രൂട്ട് എടുക്കുക. ഇങ്ങനെ പോയാൽ എപ്പോഴും നല്ല പണിയല്ലേ കൽപ്പിനി. കവറിൽ കിടന്ന നേരം കൂടാൻ നല്ലതാണ്. അങ്ങനത്തെ ഒരു കടത്തമാണ് കവറിൽ കിടക്കുന്നെങ്കിൽ ഒരു ഹെസത്തും ഇല്ലല്ലോ. എന്നിട്ടാണ് ഹത്ത യഖ്വ ഈമാനുഹു ബിൽ ബഅസി ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷം അല്ലാഹു തആല പുനർജന്മം നൽകുകയും അവനെന്താക്കും? സവാബും ഇഖാബും കൊടുക്കേണ്ടെല്ലാം കൊടുക്കുകയും ചെയ്യുമെന്ന ഏത്തിക്കാതുമ്പിൽ എത്തിച്ചേരാനാണ് ഈ ഫിക്ർ എത്തിക്കേണ്ടത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്താക്കും? ഞാൻ ഇന്ന് മരിച്ചാൽ നാളെ ഹയാത്താകുന്നവനാണ്, എല്ലാം ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ബാക്കി എന്താ സംഇയ്യാത്ത് മുഴുവനും അവിടെ വരുമല്ലോ.
അഖീദയിൽ 3 ബാബല്ലേ? ഇലാഹിയാത്ത്, നബവിയാത്ത്, ശംഇയ്യാത്ത്. ഇനി അടുത്ത് മൂപ്പര് വളരെ ചുരുക്കി, വയഅലമു അന്നല്ലാഹ തആല യബ്അസുഹു വയുജാസിഹി ബിഅഅമാലിഹി, ഇവൻ ചെയ്ത അമലിന് പകരമായി അല്ലാഹു തആല തക്കതായ പ്രതിഫലം കൊടുക്കും എന്നത് അറിയാനുള്ള വ്യക്തമായ തെളിവായി കാണുന്നത്. ഫഅലാ ഖദ്രി ഖുവ്വത്തി ഈമാനിഹി ബിദാലിക്, ഇത്തരം കാര്യങ്ങളെ കൊണ്ടുള്ള ഈമാനിൻ്റെ ശക്തി കൊണ്ട് യജ്തഹിദു ഫി ത്വാഅതി വജ്തിനാബിൽ മുഖാലഫാത്തി ലിശ്ശറഇ, ശറഇനെതിരായി ജീവിക്കലിനെ തൊട്ടും ത്വാഅത്തുകൾ മുറുകെ പിടിക്കാനും കഠിനാധ്വാനം ചെയ്യാനും വേണ്ടി എന്താക്കും? അവനെ ശക്തി പകരും എന്നാണ് പറഞ്ഞു വന്നത്. ഇനി താസി ആശറ 19, ഊഹിയ ഇലാ ബഅദിൽ അംബിയായി ഔഹല്ലാഹു എന്ന റിവായത്തുണ്ട്. ബഅദുൽ അംബിയാഇന് അല്ലാഹു തആല വഹി അറിയിച്ചെന്താ? ആതിഇനി ഫീമാ അമർത്തുക, ഞാൻ നിങ്ങളോട് പല കാര്യങ്ങളും കൽപ്പിക്കുന്നു, അതിലെല്ലാം നീ വഴിപ്പെടണം. വലാ തഅസീനി, നീ എനിക്കെതിര് പ്രവർത്തിക്കാൻ പാടില്ല. ഫീമാ നസഹത്തുക, ചില കാര്യങ്ങൾ മോശമാണ്, അതിൽ അപകടമുണ്ട് എന്നൊക്കെ നസ്ഹ ചെയ്തിട്ടുണ്ടല്ലോ, അതിലെതിര് പ്രവർത്തിക്കാൻ പാടില്ല. എന്താ പറഞ്ഞത്? ഫീമാ ദഅഉതുക ഇലാ മാ ഫീഹി സ്വലാഹു, നിനക്ക് സലാഹുള്ള കാര്യങ്ങളാണ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്, അതിലേക്ക് നീ എന്താക്കണം? വഴിപ്പെടണം. വനഹൈതുക അമ്മാ ഫീഹിൽ ഫസാദ്, ഫസാദ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ വിരോധിച്ചത്, അതിൽ നീ മറികടക്കാൻ പാടില്ല. ഇനി 20, ഇക്മാലുൽ അഖ്ലി ഇത്തിബാഉ റിദ്വാനില്ലാഹി തആല വജ്തിനാബു സുഖ്തിഹി, ഒരഖലിൻ്റെ കമാല് എന്താ തെളിവ്? അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ ഇത്തിബായ് ചെയ്യലാണ് അഖലിൻ്റെ പൂർണ്ണതയുടെ തെളിവ്. അഖലൊരാൾക്ക് പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ളതിനെന്താണ്? അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ ഇത്തിബായ് ചെയ്യൽ, അല്ലാഹു തആല വെറുക്കുന്ന കാര്യങ്ങളെ കൈയൊടിക്കലുമാണ് അഖലിൻ്റെ പൂർത്തീകരണം. ഇനി 21, വഖീല ലാ ഖുർബത ലിൽ ഫാദിലി വലാ വതന ലിൽ ജാഹിലി, ഖുർബത്ത് എന്ന് പറഞ്ഞാൽ ആരാരുമില്ലാതെ ഒറ്റപ്പെട്ടു പോക്കിനാന്ന് പറയില്ലേ ഖുർബത്ത്, ഖരീബാവുക. ഒരാൾ ഫാദിലാണെങ്കിൽ ഏത് നാട്ടിൽ പോയാലും അവൻ അംഗീകരിക്കാനും അവന് സ്വീകരണം കിട്ടാനും എല്ലാം എന്തെങ്കിലും വിധത്തിൽ ആളുണ്ടാവുന്നതാണ്, അപ്പോൾ ഖരീബാവില്ല. അതേ അവസരത്തിൽ ജാഹിലാണെങ്കിലോ അവന സ്വന്തം നാടുണ്ടായാൽ തന്നെ ഒരാരും പരിവയ്ക്കുകയും ചെയ്യില്ല, ഖുർബത്തിലാണ്. അപ്പം ഫാദിലും ജാഹിലും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഇക്മാലുൽ അഖ്ലി ഇത്തിബാഉ റിദ്വാനില്ല എന്ന് പറഞ്ഞില്ലേ, അത് അഫ ഖിലാഫു ദാലിക, അതേ അവസരത്തിൽ അള്ളാഹിൻ്റെ റിദ്വാനിനെ ഇത്തിബായ് ചെയ്യാതെ സുഖ്തിനെ പ്രവർത്തിക്കലാണെങ്കിൽ ജുനൂനുൻ, അത് ജുനൂനാണ്. ജുനൂൻ എന്ന് പറഞ്ഞാൽ മുഖാലിഫുൽ മുഖ്തദൽ അഖിൽ, അഖിലിൻ്റെ മുഖ്തദാക്ക് എതിരായി ഉള്ള പ്രവർത്തനമാണ്. അപ്പം ബുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞാലും ഇല്ലാത്ത ഭ്രാന്തിൻ്റെ സ്ഥാനത്താണത്. ലാ ഖുർബത ലിൽ ഫാദിലി വലാ വതന ലിൽ ജാഹിലി എന്ന് പറഞ്ഞാൽ അൽ മുത്തസിഫ് ബിൽ ഇൽമി വൽ അമൽ, ഇൽമ കൊണ്ടും അമല് കൊണ്ടും ഒത്തുകൂടിയ ആൾക്കെന്ത് പറയും? ഫാദിൽ എന്ന് പറയും. കാന മുകറമൻ മുഅല്ലമൻ ഇൻദന്നാസ് ഫി അയ്യി ബലദിൻ കാൻ, ഏതൊരു നാട്ടിൽ പോയാലും അവന് ജനങ്ങളെന്താക്കും? ആദരിക്കുകയും അവനിക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയെല്ലാം ചെയ്യുന്ന ഒരു ആദരവും ബഹുമാനവും ഉണ്ടാവും. ഫക്കാന കുല്ലു ബലദിൻ ഇൻദഹു വതൻ, അപ്പോൾ ഏത് നാട്ടിൽ പോയാലും ഓരോ നാട് പോലെ തന്നെയായി. എന്നാൽ വലൗക്കാന ഖരീബൻ, ആളോ ഏതോ നാട്ടിൽ നിന്ന ഖരീബായിരിക്കും. ഇനി വൽ ജാഹിൽ ബിഖിലാഫി ദാലിക, ജാഹിൽ നേരെ മാറ്റാം. അപ്പം ഞാൻ നാട്ടിൽ തന്നെ നിലയും വരി ഉണ്ടാവില്ല. മൻകാന ബിത്വാഅതി ഇൻദല്ലാഹി ഖരീബ കാന ബൈനന്നാസി ഖരീബ. അടുത്തൊരു പഴമൊഴിയാണ്, ഒരു ഹിക്മത്താണ്. എന്ത്? അള്ളാഹുവിനെ അടുത്ത് ത്വാഅത്ത് കൊണ്ട് ഖരീബാകുന്നോറും ജനങ്ങളുടെ ഇടയിൽ ഖരീബാകും, ജനങ്ങളുടെ ഇടയിൽ ഖരീബാകും. ഇപ്പോൾ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു സമൂഹത്തെ പഠിച്ചില്ലേ? ജനങ്ങളുടെ ഇടയിൽ ഒരു ഖരീബാണ്, പക്ഷെ അള്ളാഹ് നടക്കൽ ഒരാളാണ് ഖരീബാണ്. മനിസ്തഅനസ ബിസ്തിഗാരി ത്വാഅത്തില്ലാഹി തആല,
അള്ളാഹു തആലാന്റെ ത്വാഅത്ത് കൊണ്ട് ഏർപ്പെട്ടുകൊണ്ട് എന്താക്കുക ഒരാൾക്ക് ഇനാസ് വന്നാൽ സാറ മുസ്തൗഹിഷൻ അനിന്നാസ്, ജനങ്ങളെ കാണുന്നത് തന്നെ അദ്ദേഹം കണ്ടുകൂടാത്ത കാര്യമാണ്. ജനങ്ങളെ കാണുന്നതോ സംസാരിക്കുന്നതോ അദ്ദേഹത്തിന് ഇഷ്ടമേ അല്ല, വഹശത്താണ്. അപ്പോൾ ഖാലിഖ് കൊണ്ട് ഇൻസ് വന്നാൽ മഖ്ലൂഖിനെ കൊണ്ട് വഹശത്ത് വരും. ഇനി 23 ഹറക്കത്തു ത്വാഅത്തി ദലീലുൽ മാരിഫ. ഒരു കാര്യ കമാ അന്ന ഹറക്കത്തുൽ ജിസ്മി ദലീലുൽ ഹയാത്തി. എന്താ പറയുന്നത്? ത്വാഅത്തിന് വേണ്ടിയിട്ട് ഇവൻ ചലിക്കുന്നു. ത്വാഅത്ത് ഏതാന്ന്? ഒന്നുണ്ടാക്കൽ, നിസ്കരിക്കൽ, എടുക്കുകയോ ചെയ്യൽ, സുജൂദ്, ഇങ്ങനെ ത്വാഅത്തിൻ്റെ ചലനം ഇവൻ അല്ലാഹുവിനെ പറ്റി മാരിഫത്തുണ്ട് എന്നതിൻ്റെ ദലീലാണ്. ഇതുപോലെ കൈകാലുകൾ ഇങ്ങനെ ചലിപ്പിക്കുന്നത് കണ്ടാൽ ഇവന് ഹയാത്തുണ്ട് എന്നുള്ള തെളിവല്ലേ എന്നതുപോലെയാണ്. അവൻ ബാത്തിനിയായ ഹയാത്തിന് തെളിവാണ് ഹറക്കത്തുൽ ജിസ്മ്. ബാത്തിനിയായ മാരിഫത്തുണ്ട് എന്നതിന് തെളിവാണേത്? ത്വാഅത്തിൻ്റെ ചലനങ്ങൾ. ദവൽമാന അന്ന ഇത്തിയാനൽ അബ്ദി ത്വാഅത ലില്ലാഹി തആല. ഒരു അബ്ദ് അല്ലാഹു തആലാക്ക് ത്വാഅത്ത് ചെയ്യുക എന്നത് അലാമത്തുൻ അലാ മാരിഫത്തിഹി ലില്ലാഹി തആല, അല്ലാഹു തആലാനെ പറ്റി ഇവൻ അറിഞ്ഞിട്ടുണ്ട്, മാരിഫത്തുണ്ട് എന്നതിൻ്റെ അലാമത്താണ്. അപ്പോൾ ഫൈദാ കസുറത്ത് ത്വാഅതു കസുറത്തുൽ മാരിഫ. ത്വാഅത്ത് എത്രത്തോളം അധികരിക്കുന്നോ അത്രത്തോളം മാരിഫത്തും അധികമുണ്ടെന്ന് തെളിവായി. വൈദാ കല്ലത്ത് കല്ലത്ത്, ത്വാഅത്ത് കുറയും തോറും മാരിഫത്തിൻ്റെ അളവും കുറവുണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം ലിഅന്ന ലാഹിറ മിർആത്തുൽ ബാത്തിൻ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ലാഹിർ എന്നുള്ളത് ബാത്തിനിൻ്റെ കണ്ണാടിയാണ് എന്ന്. ഇനി വഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലു ജമീഇൽ ഖതായാ ഹുബ്ബുദ് ദുനിയ. എല്ലാ ഖതിയത്തിൻ്റെയും അസ്ൽ എവിടെ കിടക്കുന്നു? ദുന്യാവിനോടുള്ള മഹബത്താണ്. അതെന്ത് കുറ്റകൃത്യങ്ങളെയും ഉണ്ടാക്കി തീർക്കും. വഅസ്ലു ജമീഇൽ ഫിതനി മൻഉൽ ഉശ്രി വസ്സകാത്ത്. ലോകത്തെ എല്ലാ ഫിത്തനകളുടെയും അസ്ലെന്താണെന്നറിയോ? സക്കാത്ത് കൊടുക്കാതിരിക്കില്ലെന്ന്. മൻഉൽ ഉശ്ര് എന്ന് പറഞ്ഞാൽ എന്തിന്? സക്കാത്തിൻ്റെ പ്രത്യേക ഇനാണ്. ഏതിൽ? ചെടികൾക്ക്, ഭൂമി ഉൽപ്പന്നങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കൃഷി. സക്കാത്ത് എന്നുള്ളത് ആമ്മാണ്. അപ്പം മൻഉൽ ഉശ്ര് എന്നുള്ളത് ഖാസാണ്, സക്കാത്ത് ആമ്മാണ്. സ്വന്തത്തിനും പള്ളിക്കും. എന്ത് പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടയില്ല എന്നല്ല ഇപ്പോഴത്തെ ഫത്വ. സ്വർണ്ണത്തിനും പള്ളിക്കാന്ന് സക്കാത്ത്. ഇന്ന് സ്വർണ്ണം പള്ളി ലോകത്തേടും കൈകാര്യം ചെയ്യുന്നില്ല, എല്ലാം കള്ളാസിൻ്റെ ഉണ്ടാന്ന്, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അടിക്കലെന്നാണ് പറയും. അതുകൊണ്ട് എന്തിനാ സക്കാത്തെന്ന് ചോദ്യം. എത്ര മുലക്കന്മാർ എന്നോട് തർക്കിച്ചെന്നറിയോ? നിങ്ങൾ പെട്രോൾ അടിച്ചിട്ട് വന്നിട്ടായോ ഇതിങ്ങനെ അടുത്തായിട്ട് എന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഒന്നില്ലേ? ഇതെന്തായൊക്കെ കൊടുത്തേ? സ്വർണ്ണം പള്ളിയും കൊടുത്താ? അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യയിലുമില്ല, കേരളത്തിലുമില്ല, യുഎഇയിലുമില്ല, എവിടെയില്ല സക്കാത്ത് പരിപാടി. അതിന് മൂല്യമില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മോളെ വായിക്കാൻ വേണ്ടി 10 വേണം വാങ്ങി മലബാർ ജില്ലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ എന്താ കൊടുത്തിനല്ല വെറുതെ കിഞ്ഞു വന്നിട്ടാന്ന് വയ്ക്കാം. എന്താ കൊടുത്തിനാ? എന്താ കൊടുത്തേ? അവൻ തന്ന 10 പേണിന് തത്തുല്യമായ എന്താണ് ഇയാളെ കൊടുത്തത്? പറ. കള്ളാസാ? അന്ന് കള്ളാസിനെണ്ണം കൊടുത്താൽ കിട്ടുന്ന സാധന പൊന്ന് എല്ലാം തരുമോ? എന്നാൽ അതിനേക്കാൾ വൃത്തിയുള്ള എന്തെല്ലാം കള്ളാസ് അവൻ തരാം. ഒരേ ഉള്ള കള്ളാസ് നനച്ചാൽ നനങ്ങിയോടും ചെയ്യാത്ത കള്ളാസുണ്ട്. അപ്പം ഈ കൊടുക്കുന്ന ഇതിന് ഇടക്ക് നിൽക്കുന്ന ഈ സാധനത്തിന് എന്തോ ഒരു മൂല്യം ഉണ്ടല്ലോ. മൂല്യം ഇല്ലാണ്ട് പിന്നെ എങ്ങനെ മോഡി പിൻവലിച്ചത്? എനിക്ക് എല്ലാവരും പാപ്പറായില്ലേ? ഉണ്ടായിട്ടും കാര്യമില്ലാണ്ടായില്ലേ? എന്നിട്ട് നാട്ടിൽ പോയുള്ള ബസ്സിൻ്റെ പൈസ കടന്നേരമൊന്നും ലഭിച്ചത് 500 റുപ്യ കീശയിലുണ്ട്. കടന്നേരമൊന്നും കഴിക്കുന്ന പോലും നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് കണ്ടിട്ട് പറയുന്നത് വേണ്ട. സമർത്ഥമായി സ്ഥാപിച്ചിട്ടുണ്ട് ചില മുക്കിലല്ലോ. ചില ഹോജാക്കന്മാർ ചരിത്രം പറഞ്ഞിട്ട് അയാൾ വിജയിച്ച അഞ്ഞാടിയെന്നു സക്കാത്ത് കൊടുക്കണ്ടെന്നുള്ളതിൽ. അതങ്ങനെ നമ്മൾ ആലോചിക്കുന്നു. നല്ല ടാങ്കി നിറച്ച് ഫുൾ ടാങ്കി അടിച്ച് വന്ന് എന്താ ഇപ്പോൾ കൊടുത്തത്? അന്ന് ഇതിന് ഒരു 5 മിനിറ്റ് ആലോചിക്കുന്ന അയാൾക്ക് എന്താ കൊടുത്തത്? ഈ പമ്പുകാരന് ഇങ്ങനെ ആക്കലാ? എന്താ ആ സമയത്ത് അയാൾക്ക് കിട്ടിയത്? ഏത് മണ്ണ് വാങ്ങി കൊടുക്കണം? ഇപ്പം അവിടത്തേക്ക് എത്തീനി.
വെറുതെ ഈ സാമ്പത്തിക വിലക്കയറ്റം വന്നത്. അന്നാ കൊടുക്കാത്ത സുൽത്താൻമാർ പിടിച്ചുകൊണ്ട് പോകുന്ന അതിൻ്റെ 10 ഇരട്ടി. പഴയ കാലത്ത് 2.5% സക്കാത്തിന് അന്ന് പറഞ്ഞത് അല്ലേ? 2 ടാക്സിന് എത്രയാണ്? എത്ര ശതമാനം ഉണ്ടാവും? 9. ഏതിന്? നമ്മുടെ നാട്ടിലോ? എല്ലാ ഫിത്നൻ്റെയും കേന്ദ്രം കിടക്കുന്നവിടെ ബഷർ എന്ന് പറഞ്ഞത് ഉൽപ്പന്നങ്ങളെ സക്കാത്ത്. അതാ ആമിനെ എന്താക്കി ഹാസിനോട് അത്തഫ് ചെയ്ത്. അതെങ്ങനെ അല്ല വിട്ടുകൊടുക്കില്ല എന്നല്ലേ, ഏതെങ്കിലും വിധത്തിൽ അത് പിടിച്ചു വാങ്ങിയിട്ട് അല്ല അടങ്ങുന്നു. കൊടുക്കുന്നില്ലെങ്കിലും വേറെ വൈകിയ കൂടി ആസ്പത്രിയിൽ പോയിട്ട് മത്താക്കിന് തീ പിടിച്ചിട്ടും കള്ളം കട്ടുകൊണ്ട് പോയിട്ടും വേറെ ആൾക്ക് തോപ്പിച്ചിട്ടും എല്ലാം കിടന്നിട്ട് പോകും. നബഹാദാമിൻ അത്തഫിൽ ആമിൽ ഖാസിൽ അന്നൽ ഉശ്ര ഖാസും ബി ദർഇ. 10 എന്ന് പറയുന്നത് എന്തിലാണ്? ദർഇലാണ്. വസ്തിമാരി വസ്സക്കാത്ത് എന്നുള്ളത് ഷാമിലത്തുല്ലിദാലിക്ക. അതിനെന്തുണ്ട്? ഫിത്ർ സക്കാത്തും പെട്ട്, സ്വർണത്തിൻ്റെ സക്കാത്ത് പെട്ട്, വെള്ളിയുടെ സക്കാത്ത് പെട്ട്, പിന്നെ എല്ലാ സക്കാത്തിനും ഉൾക്കൊള്ളിച്ചല്ലോ. ഇത് തടഞ്ഞു വെച്ചോ എല്ലാ ഫിത്നയും ഫസാദും ലോകത്ത് അരങ്ങേറി വരുമെന്നാണ് പറയുന്നത്. അത് കൊടുക്കുന്നില്ല, ആൾ കൊടുക്കുന്നില്ല എന്ന് വെച്ചോ. അപ്പോൾ നീ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതിന് കിതാബ് ഉണ്ടാക്കുന്നത് എന്തിന്? എൻ്റെ ഓരോ നാട്ടിലും ഡോളറിനെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട് അയാൾ. കുറേ എടുത്തിട്ട് ഇംഗ്ലീഷെല്ലാം എഴുതിയിട്ട് ഒരു ഖ്വാജാൻ്റെ ബുക്ക് വായിക്കാൻ തന്നേന്ന്. ബുക്ക് വായിച്ച് നോക്കുമ്പോഴേക്കോ ആ ഖ്വാജാൻ്റെ മദ്ഹബ് അങ്ങനെ അതാണ് ഇത് സക്കാത്ത് വേണ്ടാന്ന്. അത് സ്ഥാപിക്കാൻ വേണ്ടി ഈ മുപ്പറ് പാടുപെട്ടത് എത്ര ഇല്ല, ഒന്നിലും സക്കാത്തില്ല. പിന്നെ ഈത്തപ്പഴത്തിലാ മറ്റുണ്ടെങ്കിലേ കൃഷി നമ്മൾ കച്ചവടത്തിൽ പുരോഗതിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് തങ്ങളടുത്ത് ഒരാൾ വരും, നമ്മൾ സക്കാത്ത് കൊടുക്കലുണ്ടോ? എന്താ ഇപ്പം സക്കാത്ത്? എനിക്കെന്തൂടെ എന്താന്ന്. പിന്നെ ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും സംഭാവന കൊടുക്കും. ആ സംഭാവന ഉത്സവത്തിനും കൊടുക്കും, പന്ത് കളിക്കും കൊടുക്കും. ഒക്കെ സക്കാത്താ. സക്കാത്ത് ഇസ്ലാമിൽ വലിയ പ്രധാനപ്പെട്ട ഒരു റുക്കനും അതിന് പ്രത്യേകമായ ഫിഖ്ഹും എല്ലാം ഉണ്ടല്ലോ. ഈ ഫുട്ബോൾ കളിക്ക് സംഭാവന കൊടുക്കുന്ന സക്കാത്ത് ഉണ്ടേ മനസ്സിലാക്കിയത്. എന്നാൽ പിന്നെ 100 കോടി ചിലവാക്കി യോഗം വിളിക്കും ഇതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? എന്നിട്ടാ പറയുന്നത്. സക്കാത്ത് കൊടുക്കണോ? ഞാനും തങ്ങളും കൂടി പറഞ്ഞു കൊടുത്ത്. ആരോട് ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്താടാ കച്ചവടം? എനിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സാധനം, ബക്കറ്റ്, പിന്നെ ഉരുളി ചട്ടിയിലും വെക്കലാണ്. അതിന് സക്കാത്തിടുന്ന ആര് പറഞ്ഞു? പ്ലാസ്റ്റിക്കിനാണ്. ഈ മെസക്കും കസേലക്കും സ്റ്റൂളിലൊക്കെ നീ കൊടുക്കണ്ടാന്ന്. പിന്നെയും വല്ല നമ്മളെടുത്ത് വേണമെന്നാണ് പറയുന്നത്. അപ്പം മാലിൻ്റെ സക്കാത്തും കച്ചവടത്തിൻ്റെ സക്കാത്ത് വേറെ ഇല്ലേ? സക്കാത്ത് തിജാറത്ത്. അപ്പോൾ കോട്ടിൻ്റെ മുകളിൽ കോട്ടും പഴയ കളറുള്ള കോട്ടുകളുണ്ട്, പക്ഷെ ഇൽമിനാഫിയാന്നില്ല. ഇനി 25 അൽ മുഖിറുബി തഖ്സീരി അബദം മഹ്മൂദുൻ. തെറ്റുകളും കുറ്റങ്ങളും അങ്ങ് സമ്മതിച്ചെങ്കിൽ ഏറ്റു പറയലുണ്ടല്ലോ, സംഭവിച്ചു എന്ന് പറയുന്നത് അയാൾ എപ്പോഴും സ്തുതിക്കപ്പെട്ട ആളാണ്. വൽ ഇഖ്റാറു ബി തഖ്സീർ, അതുപോലെ തന്നെ പോരായ്മകളും മറ്റേ വേണ്ട എന്താ കുറേ കുറ്റവും കുറവെല്ലാം ഉണ്ടാവും കേട്ടാ എന്ന് വെച്ചാൽ അത് സമ്മതിച്ചു കൊടുക്കൽ എന്താണ്? അത് കബൂലിൻ്റെ അലാമത്താണ്. ഇതല്ലാണ്ട് ഉള്ളതിനെ ന്യായീകരിച്ചിട്ട് തെറ്റെന്താക്കണം, ശരിയാക്കാൻ ന്യായീകരിച്ചാൽ അത് വിജയിക്കൂല. അതാ അൽ മുഖിറുബി തഖ്സീർ ബിൽ അജ്സി അനി ത്വാഅത്തി. വെളിപ്പാടിനെ കുറിച്ചിട്ട് അജ്സ് ഉണ്ട്. അല്ലാഹു തആലാക്ക് വെളിപ്പെടേണ്ട പോലെ വെളിപ്പെടാൻ നമുക്ക് കഴിയൂല എന്നെന്താക്കുക? അജ്സ് സംബന്ധിച്ചേക്കുക. അത് അബദൻ മഹ്മൂദ്, എപ്പോൾ സ്തുതിക്കപ്പെട്ട ഒരു സാധനമാണ്. വൽ ഇഖ്റാറു ബി തഖ്സീർ, ഇനിയോ
ചെയ്ത അമലിൽ കുറേ പോരായ്മയുണ്ട്. റുക്കുൻ സുജൂദൊന്നും വേണ്ട പോലെ ആയിട്ടില്ല, ഖുശൂ ശരിയായിട്ടില്ല, അങ്ങനെ ഉണ്ടല്ലോ. എന്നാൽ അത് അലാമത്തുൽ ഖബൂൽ, അത് കബൂലിൻ്റെ അലാമത്താണ്. കാരണം ഇതുകൊണ്ട് അള്ളാഹ്ക്കൊന്നും കയറാനില്ലല്ലോ. ലിഅന്ന ഇശാറത്തുനില അദമിൽ ഉജുബി വൽ കിബർ, ആ തക്സീറോടുകൂടി ചെയ്ത അമലിൽ ഉജുബും കിബറും വരില്ലല്ലോ. അപ്പോൾ ഉജുബ് കിബറിനെ തൊട്ട് രക്ഷപ്പെട്ട അമലായി മാറി. അതുകൊണ്ടാണ് അത് കബൂലിലേക്ക് അടുത്തത്. ഇനി 26 കുഫ്റാനുൻ നിഅമതി ലുഉമുൻ. കണ്ടാ, ഒരു നിഅമത്തിനെ തള്ളിപ്പറയൽ. ഒരു നിഅമത്തും കിട്ടിയിട്ടില്ല, എന്താ അന്ന് അല്ല മറ്റു പടപ്പുകൾ ചെയ്തതായാലും അങ്ങനെ തന്നെ. എന്താ പാവം ചെയ്തത്? അത് മുശുക്രിലിൻ നിഅമതി, നിഅമത്തിൻ്റെ ശുക്രില്ലാതെ ദലീലുൻ അലാ ദനാഅത്തിൻ നഫ്സ്, നഫ്സ് ഏറ്റവും മോശമായിരിക്കുന്നു എന്നതിൻ്റെ ദലീലാണ്. വസുഹബത്തുൽ അഹമ്മക്കി, ബുദ്ധിയില്ലാത്ത അഹമ്മക്കിനോട് ശുഭത്തിട്ടൽ എന്താണെന്ന് ഷുഉമോൻ, ജീവിതത്തിൻ്റെ നാശമാണെന്നാണ്. ഇത് അഹമ്മക്കാരാന്ന് ബഹുമ വാദിഉ ശൈഇ ഫീ ഗൈരി മഹല്ലിഹി. കേട്ടോ, എന്തിനേയും അതാതിൻ്റെ സ്ഥാനമല്ലാത്തതിൽ പ്രയോഗിക്കും. മഅൽ ഇൽമി ബി ഖുബഹി, അത് മോശമാണെന്ന് അറിയാൻ താൻ, അത് ഷുഉമാണ്. ഖൈറു മുബാറക്കിൻ, അതിനൊരു ഖൈറും ഇല്ല. കമാ റവ തബറാനിയു അൻ ബഷീരിൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇസ്ലിമിൽ അഹ്മഖ എന്ന് ഒരു ഹദീസുണ്ട്. ഇസ്ലിം സറമ എന്ന് പറഞ്ഞാൽ എന്താ? മുറിച്ച്. അതായത് ബി കസ്രിൽ ഹംസത്തി വർറ ഇസ്ലിം ഐ ഇഖ്തഅ ബുദ്ദഹു, അവനോടുള്ള ലോക്യം, അവനോടുള്ള കൂട്ടുകെട്ട് വേണ്ടേ വേണ്ട. ഇത് ഹംക്കിനോട്. വൽ മാന ലാ തുസാഹിബി ലിഖുബിഹി ഹാലത്തിഹി, എന്തുകൊണ്ട് അവൻ്റെ മോശമായ ഹാലത്തിനെ നിങ്ങൾ ശുഭത്ത് കെട്ടണ്ട. വലിയ അന്നത്തിബാ ഷർറാക്കത്തും, മനുഷ്യൻ്റെ പ്രകൃതി എന്താക്കും? മറ്റൊരാളിൽ നിന്ന് കട്ടെടുക്കും. കള്ളൻ്റെ കൂടി എന്താക്കും? കളവോടിക്കും. ഓരോത്തിന് കൂട്ടുണ്ടല്ല. വക്കത് യസരിക്ക് തബാക്ക മിൻഹു, ആ അഹമ്മക്കിൻ്റെ വക്കൽ നിന്ന് നിൻ്റെ തബ എന്താക്കും? കട്ടെടുത്ത് നീ കുറേച്ചം എന്താക്കും? ഹംക്കാൻ തോന്നും. ഒലൗലാം സമ്പത്തിനാക്ക ലക്കത് കിത്ത തർക്കനു ഇലൈഹി ശൈഅൻ ഖലീല എന്നല്ലേ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിക്കുന്നത് കൊണ്ടല്ല, പക്ഷെ എല്ലാവർക്കുള്ള പാടാന്നല്ലോ. അള്ളാഹു താലാൻ്റെ തസ്ബീത്ത് ഇങ്ങനെ ഉറപ്പിച്ചിരുത്തുക എന്നതില്ലായിരുന്നുവെങ്കിൽ ലക്കത് കിത്ത തർക്കനു ഇലൈഹി, അതിലേക്ക് മെല്ലനെ ചാഞ്ഞിട്ട് എന്താക്കും? ഓർവായിട്ട് നീയുത്ത്. പിന്നെ നേരത്തെ നിനക്ക് വെറുക്കപ്പെടുന്ന സംഗതിയല്ല ഇപ്പം എന്തായി? അംഗീകരിക്കപ്പെടുന്ന സംഗതിയായി മാറി. ഇപ്പോഴാ ഇത്രയേ ഉള്ളൂ. ഞാൻ വെച്ചത് തീർത്തക്കാന്ന് വെച്ചാൽ നടക്കില്ല. ഇത് 27 കിട്ടി. 27, 28, 29, 4 ബാക്കിയുണ്ട് ഈ ബാബിൽ. പിന്നെന്താക്കും? 3 ഉള്ളതിലും 3 55 വരും. 7 ഹദീസ്, ബാക്കി ആസാർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് എല്ലാ ഖൈറായ കാര്യങ്ങൾക്കും ഒരു ഫാത്തിഹ ഒരു ദുആ എന്ന വോയിസ്. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك